സ്വർണം ആരും കൊതിക്കുന്ന ലോഹം. പക്ഷേ ഒരു രാജാവിന് അത് ശാപമായി മാറി. തൊട്ടതെല്ലാം പൊന്നാക്കിയവൻ. പ്രാചീന ഗ്രീസിന്റെ ഹൃദയഭാഗത്ത് ഫ്രിഗിയ എന്ന രാജ്യം പ്രകൃതിരമണീയതയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി നിലകൊണ്ടിരുന്നു. പർവ്വതങ്ങൾ തലയുയർത്തി നിന്നു, നദികൾ കളകളാരവം പൊഴിച്ചൊഴുകി, സമതലങ്ങളിൽ വിളകൾ സമൃദ്ധമായി വളർന്നു. ഈ മനോഹരമായ ദേശത്തിന്റെ അധിപൻ മൈഡാസ് രാജാവ് തന്റെ പ്രജകൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹത്തിന് സ്വർണവും വെള്ളിയും രത്നങ്ങളും നിറഞ്ഞൊരു കൊട്ടാരമുണ്ടായിരുന്നു. പക്ഷേ മൈഡാസിന്റെ ഹൃദയത്തിലടങ്ങാത്ത ഒരഗ്നി എരിയുന്നുണ്ടായിരുന്നു: കൂടുതൽ സ്വർണം നേടാനുള്ള ആർത്തി. മൈഡാസിന് ഒരു കൊച്ചുമകളുണ്ടായിരുന്നു, മനോഹരിയായ മാരിഗോൾഡ്. അവൾ സൂര്യനെപ്പോലെ തിളക്കമുള്ളവളായിരുന്നു. അവളുടെ ചിരി പൂക്കളെപ്പോലെ സുഗന്ധമുള്ളതായിരുന്നു. മൈഡാസ് അവളെ അതിയായി സ്നേഹിച്ചു. പക്ഷേ അവന്റെ സ്വർണത്തോടുള്ള അഭിനിവേശം ആ സ്നേഹത്തെ പലപ്പോഴും മറികടന്നു. ഓരോ പുലരിയിലും രാജാവ് തന്റെ കൊട്ടാരത്തിലെ സ്വർണശേഖരങ്ങൾക്കിടയിലൂടെ നടന്നു. അവന്റെ കണ്ണുകൾ തിളങ്ങി, അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പക്ഷേ എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. അവൻ പലപ്പോഴും സ്വയം മന്ത്രിച്ചു, ഈ ലോകത്തിലെ സകല സ്വർണവും എന്റേതായിരുന്നെങ്കിൽ. ഒരു ദിവസം രാജാവിന്റെ പൂന്തോട്ടത്തിൽ അസാധാരണമായ ഒരു അതിഥിയെ കണ്ടെത്തി. മുന്തിരിവള്ളികൾക്കിടയിൽ ഒരു വൃദ്ധൻ തളർന്നുറങ്ങുന്നു. അവന്റെ മുഖത്ത് ലഹരിയുടെ ലക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ മുഷിഞ്ഞത്. രാജകീയ ഭടന്മാർ അവനെ പിടികൂടാൻ ഒരുങ്ങിയപ്പോൾ മൈഡാസ് തടഞ്ഞു. കാത്തിരിക്കൂ, രാജാവ് ശാന്തമായി പറഞ്ഞു. ഇതൊരു സാധാരണക്കാരനല്ലെന്ന് തോന്നുന്നു. വൃദ്ധനുണർന്നപ്പോൾ മൈഡാസ് അവനെ ആദരവോടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. രാജകീയ വിരുന്നൊരുക്കി അവന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടതെല്ലാം നൽകി. ആ വൃദ്ധൻ ഡിയോണിസസിന്റെ കൂട്ടുകാരനായ സൈലനസ് ആയിരുന്നു. ആനന്ദത്തിന്റെയും വീഞ്ഞിന്റെയും ദേവനായ ഡിയോണിസസിന്റെ പ്രിയപ്പെട്ട ഗുരു. സൈലനസ് ഏതാണ്ട് 10 ദിവസത്തോളം മൈഡാസിന്റെ കൊട്ടാരത്തിൽ താമസിച്ചു. രാജാവ് അവനെ പരിപാലിച്ചു, അവന്റെ കഥകൾ കേട്ടു, അവനുവേണ്ടി സംഗീതവും നൃത്തവും ഒരുക്കി. 10-ാം ദിവസം ഡിയോണിസസ് തന്റെ ഗുരുവിനെ അന്വേഷിച്ച് മൈഡാസിന്റെ കൊട്ടാരത്തിലെത്തി. സൈലനസിനെ സുരക്ഷിതനായി കണ്ടപ്പോൾ ഡിയോണിസസ് സന്തുഷ്ടനായി. മൈഡാസ് രാജാവേ, ഞാൻ എന്റെ ഗുരുവിനു നൽകിയ ആതിഥ്യമര്യാദയിൽ ഞാൻ സന്തുഷ്ടനാണ്. എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ നൽകാം. മൈഡാസിന്റെ ഹൃദയം ആഹ്ലാദത്താൽ തുടിച്ചു. അവന്റെ മനസ്സിൽ ഒരേയൊരാഗ്രഹമേയുണ്ടായിരുന്നുള്ളൂ. മഹാനായ ദേവ, ഞാൻ താഴ്മയോടെ പറയുന്നു, എനിക്ക് തൊടുന്നതെല്ലാം സ്വർണമായി മാറാനുള്ള കഴിവ് നൽകിയാലും. ഡിയോണിസസ് ഒരു നിമിഷം രാജാവിനെ നോക്കി. അവന്റെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി വിടർന്നു, ഒപ്പം ഒരു മുന്നറിയിപ്പിന്റെ നിഴലും. രാജാവേ, താങ്കൾ ഈ വരം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ചിലപ്പോൾ ഒരു ശാപമായി മാറിയേക്കാം. പക്ഷേ മൈഡാസ് തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അതെ ദേവ, ഇതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഡിയോണിസസ് സമ്മതിച്ചു. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നിന്റെ ആഗ്രഹം സഫലമാവും. നീ തൊടുന്നതെല്ലാം സ്വർണമായി മാറും. പിറ്റേന്ന് മറുനാൾ രാവിലെ മൈഡാസ് ആകാംക്ഷയോടെ ഉണർന്നു. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ കൊട്ടാര ജനലിലൂടെ അകത്തേക്ക് അരിച്ചെത്തി. മൈഡാസ് തന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ കാൽവിരലുകൾ തറയിൽ തട്ടി. തറയിലെ കല്ലുകൾക്കൊരു മാറ്റവും സംഭവിച്ചില്ല. അയ്യോ, വരം ലഭിച്ചില്ലേ? അവൻ നിരാശയോടെ പിറുപിറുത്തു. അപ്പോൾ അവന്റെ കണ്ണുകൾ ജനലിനടുത്ത് നിന്ന് ഒരു റോസാ ചെടിയിൽ പതിച്ചു. അവൻ പതിയെ അവിടേക്ക് നടന്നു. ഒരു പൂവ് സ്പർശിക്കാൻ കൈ നീട്ടി. അവന്റെ വിരൽത്തുമ്പ് പൂവിനെ തൊട്ടതും സംഭവിച്ച അത്ഭുതം കണ്ട് മൈഡാസ് ഞെട്ടിപ്പോയി. റോസാപ്പൂവ് അതിന്റെ മൃദുലമായ ഇതളുകളും പച്ചഞണ്ടും സഹിതം തിളക്കമുള്ള സ്വർണമായി രൂപാന്തരപ്പെട്ടു. ഒരു തിളക്കം മാത്രം കേട്ടു. പൂവിന്റെ സുഗന്ധം മാഞ്ഞുപോയി. പകരം തണുത്ത ലോഹത്തിന്റെ തിളക്കം മാത്രം അവശേഷിച്ചു. മൈഡാസ് അവന്റെ കണ്ണുകൾ തിരുമി. ഇത് സത്യമാണോ? അവൻ വീണ്ടും ഒരു പൂവിൽ തൊട്ടു. അതും സ്വർണമായി. അവന്റെ ഹൃദയം സന്തോഷത്താൽ മതിമറന്നു. അവൻ ഓടിച്ചെന്ന് തന്റെ മേശപ്പുറത്തിരുന്ന ഒരു ചെറിയ കളിമൺ പാത്രത്തിൽ തൊട്ടു. പാത്രം ഒരു സ്വർണപാത്രമായി. കസേര, മേശ, കൊട്ടാരത്തിലെ തൂണുകളെല്ലാം അവൻ തൊട്ടത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ സ്വർണമായി രൂപാന്തരപ്പെട്ടു. രാജാവ് ചിരിച്ചു, ഉച്ചത്തിൽ ചിരിച്ചു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായിരിക്കുന്നു. ആദ്യത്തെ മണിക്കൂറുകളിൽ മൈഡാസ് ഒരു കുട്ടിയെപ്പോലെ ആഹ്ലാദിച്ചു. അവൻ കൊട്ടാരത്തിലെ ഓരോ വസ്തുവിലും തൊട്ടു അവയെ സ്വർണമാക്കി മാറ്റി. അവന്റെ ആത്മാവ് സംതൃപ്തമടഞ്ഞു. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ധനികനാണ്, അവൻ സ്വയം പറഞ്ഞു. ഇനി എനിക്കെന്തും നേടാം. അവന്റെ ഹൃദയം ആഹ്ലാദത്താൽ നിറഞ്ഞു. അവൻ പൂന്തോട്ടത്തിലേക്കോടി. എല്ലാ പൂവിലും ഇലയിലും തൊട്ടു. പൂന്തോട്ടം ഒരു സ്വർണ ശില്പോദ്യാനമായി മാറി. മരങ്ങൾ സ്വർണശാഖകളോടെ നിന്നു.
പക്ഷിക്കൂടുകൾ സ്വർണ്ണച്ചില്ലകളിൽ തിളങ്ങി. ആ കാഴ്ച അതിമനോഹരമായിരുന്നു. പക്ഷേ അവിടെ ജീവന്റെ തുടിപ്പുണ്ടായിരുന്നില്ല. അവൻ തിരികെ കൊട്ടാരത്തിലേക്ക് നടന്നു. അവന്റെ ഹൃദയത്തിലൊരു നേർത്ത സംശയം ഉടലെടുത്തു. പക്ഷേ ആ സംശയത്തെ അവൻ പെട്ടെന്ന് തള്ളിക്കളഞ്ഞു. ഈ സ്വർണമാണ് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഉച്ചഭക്ഷണ സമയമായി. കൊട്ടാരത്തിലെ വേലക്കാർ രാജകീയ വിഭവങ്ങൾ ഒരുക്കി മേശപ്പുറത്ത് വെച്ചു. പഴുത്ത മുന്തിരികൾ, ചീഞ്ഞ ആപ്പിളുകൾ, പുതിയതായി ചുട്ടെടുത്ത റൊട്ടി, മാംസം എല്ലാം അവനെ പ്രലോഭിച്ചു. മൈഡാസ് ഒരു മുന്തിരി എടുക്കാൻ കൈനീട്ടി. അവന്റെ വിരൽ മുന്തിരിയിൽ തട്ടിയതും അത് തിളക്കമുള്ള സ്വർണ്ണമുന്തിരിയായി മാറി. അത് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ റൊട്ടിയെടുക്കാൻ ശ്രമിച്ചു. അതും ഒരു സ്വർണ്ണക്കട്ടയായി മാറി. ദാഹം തോന്നി. അവൻ വെള്ളമെടുക്കാൻ കൈനീട്ടി. പക്ഷെ വെള്ളം അവന്റെ കൈകളിൽ വെച്ച് സ്വർണ്ണദ്രവമായി മാറി. കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. അവന്റെ ഹൃദയത്തിൽ ഭയമുടലെടുത്തു. ഈ വരം ഒരു ശാപമാണോ? അവൻ പരിഭ്രാന്തനായി. ഭക്ഷണവും വെള്ളവുമില്ലാതെ എങ്ങനെ ജീവിക്കും? വിശപ്പും ദാഹവും അവനെ വേട്ടയാടാൻ തുടങ്ങി. അവന്റെ മുഖത്തെ സന്തോഷം മാഞ്ഞുപോയി. പകരം ഭയം നിഴലിച്ചു. അവന്റെ കണ്ണുകളിൽ നിരാശ നിറഞ്ഞു. ഇതെന്തു വരം? അവൻ സ്വയം ചോദിച്ചു. സ്വർണമുണ്ടായിട്ടെന്തു കാര്യം? എനിക്കിത് ആസ്വദിക്കാൻ കഴിയുന്നെങ്കിൽ. ആ നിമിഷം അവന്റെ കൊച്ചുമകൾ മാരിഗോൾഡ് ഓടിവന്നു. അച്ഛാ! അവൾ ചിരിച്ചുകൊണ്ടവനെ കെട്ടിപ്പിടിക്കാൻ വന്നു. മൈഡാസ് അവളെ തടയാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. അവന്റെ കൈകൾ അവളുടെ ദേഹത്ത് തട്ടി. ആ പിഞ്ചോമനിയെ അവൻ വാരിയെടുത്തു. പക്ഷേ അവന്റെ കൈകളിൽ ഒരു തണുത്ത പ്രതിമ മാത്രമായിരുന്നു. മൈഡാസിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. അവന്റെ പ്രിയപ്പെട്ട മകൾ, അവന്റെ ജീവിതത്തിലെ ഏക ആശ്വാസം, ഇപ്പോൾ സ്വർണത്തിൽ തിളങ്ങുന്ന ഒരു നിർജീവ ശില്പം. മാരിഗോൾഡിന്റെ ചിരിക്കുന്ന മുഖം സ്വർണത്തിൽ തണുത്തുറഞ്ഞു. അവളുടെ കണ്ണുകളിലെ പ്രകാശവും ജീവനും മാഞ്ഞുപോയിരുന്നു. ആ നിമിഷം മൈഡാസ് തന്റെ ആഗ്രഹത്തെ ശപിച്ചു. സ്വർണം അവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയിരുന്നു. അവന്റെ കണ്ണുകളെ അന്ധമാക്കിയിരുന്നു. അമൂല്യമെന്ന് കരുതിയ ആ വരം അവൻ ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അവൻ ആ സ്വർണപ്രതിമയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പക്ഷെ അതിനു മുൻപുണ്ടായിരുന്ന ഊഷ്മളതയോ ജീവനോ ഇല്ലായിരുന്നു. തണുത്ത, ഭാരമുള്ള ഒരു ലോഹക്കഷണം മാത്രം. മാരിഗോൾഡ്! അവൻ അലറി. അവന്റെ ശബ്ദം കൊട്ടാരത്തിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. പക്ഷേ അവൾ പ്രതികരിച്ചില്ല. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. പക്ഷെ ആ കണ്ണുനീർ പോലും അവന്റെ കവിളുകളിലേക്ക് എത്തുന്നതിനു മുൻപ് സ്വർണ്ണത്തുള്ളികളായി മാറി അവന്റെ താടിയിലൂടെ താഴേക്ക് ഉതിർന്നു വീണു. അവന് കരയാൻ പോലും കഴിഞ്ഞില്ല. അവന്റെ സകല ഇന്ദ്രിയങ്ങളും ദുരിതത്താൽ നിറഞ്ഞു. അവന്റെ കൊട്ടാരം, 1 മണിക്കൂർ മുൻപ് വരെ സ്വർണത്തിന്റെ തിളക്കത്തിൽ അവനെ ആഹ്ലാദിപ്പിച്ചിരുന്ന കൊട്ടാരം ഇപ്പോൾ ഒരു ശ്മശാനം പോലെ തോന്നി. ഓരോ സ്വർണവസ്തുവും, ഓരോ സ്വർണപ്പൂവും, ഓരോ സ്വർണപ്പഴവും അവന്റെ ദുരന്തത്തിന്റെ നിശബ്ദ സാക്ഷികളായി നിന്നു. അവൻ കണ്ട സ്വർണത്തിന് ഒരു സൗന്ദര്യവും ഉണ്ടായിരുന്നില്ല. അത് ജീവൻ കെടുത്തിക്കളയുന്ന ഒരു ഭീകര ശക്തിയായി അവനെ വേട്ടയാടി. അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ അവന്റെ സ്വർണ്ണക്കൊട്ടാരം ഒരു സ്വർണ്ണക്കൂടായി മാറി. അവൻ അതിനുള്ളിൽ തടവുകാരനായി. മൈഡാസ് ആ കൊട്ടാരത്തിലൂടെ അലഞ്ഞു നടന്നു. അവന്റെ ഹൃദയം നുറുങ്ങി. അവൻ തൊട്ടതെല്ലാം സ്വർണമായി മാറുമ്പോൾ അവന്റെ മനസ്സിൽ മാരിഗോൾഡിന്റെ നിശ്ചലമായ മുഖം തെളിഞ്ഞുവന്നു. ഈ സ്വർണമെല്ലാം എന്തിന്? തന്റെ പ്രിയപ്പെട്ട മകളെ തിരികെ ലഭിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിലെ സ്വർണമെല്ലാം അവന്റെ കൈവശമുണ്ടായിട്ടെന്തു പ്രയോജനം? അവന്റെ മനസ്സ് ഭ്രാന്തമായ ചിന്തകളാൽ നിറഞ്ഞു. അവൻ വിശപ്പും ദാഹവും കൊണ്ട് അവശനായി. അവന്റെ ചുണ്ടുകൾ വരണ്ടുണങ്ങി. ശരീരം തളർന്നു. ഈ അവസ്ഥയിൽ അവൻ അധികകാലം ജീവിക്കാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കി. ഡയോണിസസിന്റെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. ഇതൊരു ശാപമായി മാറിയേക്കാം. അന്ന് ഡയോണിസസ് മുന്നറിയിപ്പ് നൽകിയിട്ടും അവനത് കാര്യമാക്കിയില്ല. അവന്റെ അത്യാഗ്രഹം അവന്റെ കണ്ണുകളെ മൂടിക്കളഞ്ഞു. ഇപ്പോൾ ആ ദുരന്തത്തിന്റെ പൂർണ്ണമായ ആഘാതം അവനെ തകർത്തു. അവൻ മുട്ടുകുത്തി ഡയോണിസസിനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു. മഹാനായ ദേവ, എന്നോട് ക്ഷമിക്കണം. എന്റെ അത്യാഗ്രഹം എന്നെ അന്ധനാക്കി. ഈ ശാപം തിരിച്ചെടുക്കണമേ. എന്റെ മകളെ തിരികെ നൽകണമേ. എനിക്കീ സ്വർണം വേണ്ട. എന്റെ ജീവൻ പോലും നീ എടുത്തുകൊണ്ടു. പക്ഷേ എന്റെ മകളെ തിരികെ നൽകൂ. മൈഡാസിന്റെ പ്രാർത്ഥന ആത്മാർത്ഥമായിരുന്നു. അവന്റെ വാക്കുകളിൽ നിന്ന് ദുരിതവും പശ്ചാത്താപവും പ്രകടമായിരുന്നു. അഗാധമായ സങ്കടത്തിൽ മുങ്ങി അവൻ നിലവിളിച്ചു. അവന്റെ നിലവിളി കൊട്ടാരത്തിന്റെ എല്ലാ കോണുകളിലും അലയടിച്ചു. സ്വർണത്തിനൊരു മറുപടിയും നൽകാനായില്ല.
സ്വർണത്തിന്റെ തിളക്കത്തിന് അവന്റെ കണ്ണുനീരിനെ ഉണക്കാനായില്ല. അവൻ നിലത്ത് കിടന്നു. അവന്റെ മനസ്സ് ഭ്രാന്തമായ ദുരന്തബോധത്തിൽ മുങ്ങി. ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനവുമില്ലെന്നവൻ ഭയന്നു. അവന്റെ പ്രാർത്ഥന കേട്ട് ഡയോണിസസ് പ്രത്യക്ഷനായി. അവന്റെ മുഖത്ത് സഹതാപവും ദുഃഖവുമുണ്ടായിരുന്നു. മൈഡാസ്, നിന്റെ ദുരിതം ഞാൻ കണ്ടു. നിന്റെ പശ്ചാത്താപം ആത്മാർത്ഥമാണെന്നെനിക്കറിയാം. നിന്റെ ആഗ്രഹം ഞാൻ തിരിച്ചെടുക്കാം. പക്ഷെ നിനക്കൊരു ശിക്ഷ കൂടിയുണ്ട്. നിന്റെ അത്യാഗ്രഹത്തിന്റെ ഓർമ്മയായി ഈ ദുരന്തം നിന്റെ മനസ്സിൽ എന്നും അവശേഷിക്കും. മൈഡാസ് തലയാട്ടി. ശിക്ഷയെക്കുറിച്ച് അവനൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അവന്റെ ഏക ആഗ്രഹം മകളെ തിരികെ ലഭിക്കുക എന്നതായിരുന്നു. നീ പാക്ടോലസ് നദിയിലേക്ക് പോവുക. ആ നദിയിലെ ജലത്തിൽ നിന്റെ ശരീരം ശുദ്ധീകരിക്കുക. നിന്റെ കൈകൾ ആ വെള്ളത്തിൽ കഴുകുമ്പോൾ ഈ സ്വർണസ്പർശം നദിയിലേക്ക് മാറുന്നതായിരിക്കും. മൈഡാസ് ഒട്ടും താമസിക്കാതെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി. അവന്റെ കാലുകൾക്ക് ശക്തിയുണ്ടായിരുന്നില്ല. ശരീരം വിശപ്പും ദാഹവും കൊണ്ട് അവശനായിരുന്നു. പക്ഷെ അവന്റെ ഹൃദയത്തിലൊരു നേർത്ത പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു. പാക്ടോലസ് നദി, അതാണ് അവന്റെ മോചനത്തിനുള്ള വഴി. അവൻ നദിക്ക് ലക്ഷ്യമാക്കി നടന്നു. ഓരോ ചുവടിലും അവന്റെ മനസ്സിൽ മാരിഗോൾഡിന്റെ മുഖം തെളിഞ്ഞുവന്നു. നദിക്ക് പോകുന്ന വഴിയിൽ അവൻ പല വസ്തുക്കളിലും സ്പർശിച്ചു. പുല്ലുകൾ സ്വർണമായി, കല്ലുകൾ സ്വർണ്ണക്കട്ടകളായി. പക്ഷേ അവനതിൽ യാതൊരു സന്തോഷവും തോന്നിയില്ല. അവന്റെ ഏക ലക്ഷ്യം ആ നദിയായിരുന്നു, മോചനത്തിന്റെ നദി. അവസാനം അവൻ നദിക്കരയിലെത്തി. നദിയിലെ വെള്ളം തെളിഞ്ഞും ശാന്തമായും ഒഴുകുകയായിരുന്നു. മൈഡാസ് നദിയിലേക്കിറങ്ങി. തണുത്ത വെള്ളം അവന്റെ കാലുകളിൽ തട്ടിയപ്പോൾ ഒരു നവജീവൻ അവനിലേക്ക് പടരുന്നതുപോലെ തോന്നി. അവൻ തന്റെ കൈകൾ നദിയിലെ വെള്ളത്തിലേക്ക് താഴ്ത്തി. ഒരു നിമിഷം നദിയിലെ വെള്ളം ഒരു സ്വർണ്ണപ്രഭയിൽ തിളങ്ങി. അവന്റെ സ്വർണ്ണസ്പർശം നദിയിലേക്ക് ഒഴുകി നീങ്ങുന്നത് അവൻ അറിഞ്ഞു. നദിയിലെ മണൽത്തരികൾ സ്വർണ്ണനിറമാവാൻ തുടങ്ങി. മൈഡാസ് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അവന്റെ ശരീരത്തിലെ ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി. അവൻ ശുദ്ധനാക്കപ്പെട്ടു. അവൻ നദിയിൽ നിന്ന് കയറി. അവന്റെ കൈകൾക്ക് പഴയ മരത്തിന്റെ ചൂടും മണവും തിരികെ കിട്ടി. അവനൊരു പാറക്കല്ലിൽ തൊട്ടു. അത് കല്ലായി തന്നെ നിന്നു. അവനൊരു പുൽക്കൊടിയിൽ സ്പർശിച്ചു. അതിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. മൈഡാസ് ആശ്വാസത്തോടെ ചിരിച്ചു. പക്ഷെ അവന്റെ ചിരിയിൽ ഒരു ദുരന്തത്തിന്റെ നിഴലുണ്ടായിരുന്നു. അവൻ വേഗത്തിൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അവന്റെ ഏക ലക്ഷ്യം മാരിഗോൾഡിനെ തിരികെ ലഭിക്കുക എന്നതായിരുന്നു. അവൻ ഓടിച്ചെന്ന് മാരിഗോൾഡിന്റെ സ്വർണ്ണപ്രതിമയുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ വിറയ്ക്കുന്ന കൈകളാൽ അവൻ അവളെ സ്പർശിച്ചു. ഒരു നിമിഷം ഒന്നും സംഭവിച്ചില്ല. അവന്റെ ഹൃദയം വീണ്ടും നിലച്ചതുപോലെ തോന്നി. എന്നിട്ടും അവൻ കൈയെടുക്കാതെ അവളെ ചേർത്തുപിടിച്ചു. പതിയെ പതിയെ ആ സ്വർണ്ണശില്പത്തിന് നിറം വരാൻ തുടങ്ങി. സ്വർണത്തിന്റെ തിളക്കം മങ്ങി. പകരം അവളുടെ ചർമ്മത്തിന്റെ മൃദുലമായ നിറം തെളിഞ്ഞുവന്നു. അവളുടെ കണ്ണുകളിൽ ജീവൻ തിരികെ വന്നു. അവളുടെ ചുണ്ടുകളിൽ നേർത്ത ചിരി വിടർന്നു. അവൾ സ്വർണ്ണശില്പത്തിൽ നിന്ന് ജീവനുള്ള മാരിഗോൾഡായി മാറി. അച്ഛാ! അവൾ ഉറക്കെ വിളിച്ച് അവനെ കെട്ടിപ്പിടിച്ചു. മൈഡാസ് അവളെ വാരിയെടുത്തു. അവന്റെ കണ്ണുകളിൽ സന്തോഷത്താൽ കണ്ണുനീർ നിറഞ്ഞു. ഇത്തവണ കണ്ണുനീർ സ്വർണമായില്ല. അവൻ അവളെ ശക്തിയായി ആലിംഗനം ചെയ്തു. മാരിഗോൾഡിന്റെ ഊഷ്മളത അവന്റെ ശരീരത്തിലൂടെ പടർന്നു. അതാണ് യഥാർത്ഥ സ്വർണം, യഥാർത്ഥ സമ്പത്ത് എന്ന് അവൻ മനസ്സിലാക്കി. അവന്റെ ജീവിതം മാറിമറിഞ്ഞു. അവൻ തന്റെ സ്വർണത്തോടുള്ള ആർത്തി ഉപേക്ഷിച്ചു. ലളിതമായ ജീവിതം നയിക്കാൻ അവൻ തീരുമാനിച്ചു. മൈഡാസ് രാജാവ് പിന്നീട് ലളിതമായ ജീവിതം നയിച്ചു. അവന്റെ കൊട്ടാരത്തിൽ സ്വർണത്തിന് പകരം പൂന്തോട്ടങ്ങളും പക്ഷികളും ചിരിക്കുന്ന മുഖങ്ങളും നിറഞ്ഞു. അവൻ തന്റെ പ്രജകളെ കൂടുതൽ സ്നേഹിച്ചു. അവരുടെ സന്തോഷത്തിൽ അവൻ സ്വന്തം സന്തോഷം കണ്ടെത്തി. സ്വർണത്തെക്കാൾ വലിയ സമ്പത്ത് സ്നേഹവും കുടുംബബന്ധങ്ങളും ലളിതമായ ജീവിതത്തിന്റെ സന്തോഷവുമാണെന്ന് അവൻ മനസ്സിലാക്കി. അവന്റെ കഥ കാലങ്ങളോളം ഒരു പാഠമായി നിലകൊണ്ടു. അത്യാഗ്രഹം ദുരന്തത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ നിലാവുള്ള രാത്രികളിൽ മൈഡാസ് രാജാവ് ഉറക്കമില്ലാതെ തന്റെ കൊട്ടാരത്തിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അവന്റെ പൂന്തോട്ടത്തിലെ സ്വർണ്ണമരങ്ങൾ ഡയോണിസസിന്റെ ശാപത്തിന്റെ ഓർമ്മകളായി തിളങ്ങി. അവൻ തന്റെ കൈവിരലുകളിലേക്ക് നോക്കി. ഒരു ഭയം അവന്റെ ഹൃദയത്തിൽ ഇപ്പോഴും നീറിപ്പുകഞ്ഞു. പൂർണ്ണമായും ആ ശാപം അവന് വിട്ടുപോയോ? അവൻ അറിഞ്ഞിരുന്നില്ല. ആ രാത്രി മൈഡാസിന്റെ കൊട്ടാരത്തിൽ ഒരു നിഴൽ മാത്രം അവശേഷിച്ചു. സ്വർണം തിളങ്ങുന്ന ഒരു നിഴൽ. ആ നിഴൽ അവന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞിരുന്നില്ല. പാക്ടോളസ് നദിയിലെ ശുദ്ധീകരണം അവന് ശാരീരികമായ മോചനം നൽകി. സ്വർണസ്പർശം അവന്റെ കൈകളിൽ നിന്ന് ഒഴിഞ്ഞുപോയി. മാരിഗോൾഡ് തിരികെ ജീവനോടെ വന്നു. എങ്കിലും ആ ദുരന്തം അവന്റെ ആത്മാവിൽ ഒരു മായാത്ത മുറിവുണ്ടാക്കിയിരുന്നു. അവന്റെ ഓരോ പ്രവൃത്തിയിലും ഓരോ വാക്കിലും ആ ഭയം നിഴലിച്ചു.
അവന്റെ മനസ്സിൽ സ്വർണത്തോടുള്ള പഴയ ആർത്തിക്ക് പകരം ഭയവും പശ്ചാത്താപവും നിറഞ്ഞു. മൈഡാസ് പിന്നീട് കൊട്ടാരത്തിലെ ആഡംബരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അവന്റെ ഭരണം കൂടുതൽ നീതിയുക്തവും ദയാപൂർണവുമായി മാറി. അവന്റെ പ്രജകൾ സന്തോഷിച്ചു, കാരണം അവരുടെ രാജാവ് കൂടുതൽ മനുഷ്യത്വമുള്ളവനായി മാറിയിരിക്കുന്നു. എന്നാൽ മൈഡാസ് അവന്റെ ഉള്ളിൽ ഒരിക്കലും പഴയതുപോലെയായിരുന്നില്ല. ഓരോ തിളക്കമുള്ള വസ്തുവിലും അവൻ ഭയത്തോടെ നോക്കി. ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോഴും ഒരു കഷ്ണം റൊട്ടി കഴിക്കുമ്പോഴും അവന്റെ ഓർമ്മകളിൽ സ്വർണമായി മാറിയ ഭക്ഷണവും ദാഹവും കടന്നുവന്നു. മാരിഗോൾഡിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പോലും ഒരു നിമിഷം അവന്റെ ഹൃദയത്തിൽ ഒരു തണുത്ത ഭയം മിന്നിമറഞ്ഞു. അവൾ വീണ്ടും ഒരു പ്രതിമയായി മാറിയാലോ? കാലം കടന്നുപോയി. മൈഡാസിന്റെ കൊട്ടാരം പഴയ പ്രതാപം വീണ്ടെടുത്തു. പൂന്തോട്ടത്തിൽ വീണ്ടും പൂക്കൾ വിരിഞ്ഞു, പക്ഷികൾ പാടി. സ്വർണമായി മാറിയ മരങ്ങളും പൂക്കളും കളിമൺ പാത്രങ്ങളും പതിയെ പതിയെ സാധാരണ നിലയിലായി. ഡയോണിസസിന്റെ ശക്തി അത്രമാത്രം വിശാലമായിരുന്നു. പക്ഷേ പാക്ടോളസ് നദിയിലെ മണലിൽ ഇപ്പോഴും സ്വർണത്തരികൾ കണ്ടു. മൈഡാസിന്റെ ശാപത്തിന്റെ ശേഷിപ്പുകളായിരുന്നു അവ. ആളുകൾ ആ നദിക്കരയിൽ സ്വർണം തേടി പോകുമായിരുന്നു. മൈഡാസ് രാജാവ് തന്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തിയെന്ന് ലോകം വിശ്വസിച്ചു. അവൻ സ്വർണത്തെ ഉപേക്ഷിച്ച് ലളിതമായ ജീവിതം സ്വീകരിച്ചു. എന്നാൽ അവന്റെ മനസ്സിലെ നിഴൽ അവനെ വിട്ടുപോയില്ല. ആ നിഴൽ അവനെ ഭയപ്പെടുത്തി, അവന്റെ ഉറക്കം കെടുത്തി. ഡയോണിസസിന്റെ വാക്കുകൾ അവന്റെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. നിന്റെ അത്യാഗ്രഹത്തിന്റെ ഓർമ്മയായി ഈ ദുരന്തം നിന്റെ മനസ്സിൽ എന്നും അവശേഷിക്കും. ആ വാക്കുകൾ ഒരു ശാപത്തെക്കാൾ ഭയാനകമായിരുന്നു. ഒരു ദിവസം മൈഡാസ് രാജാവ് തന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ മാരിഗോൾഡിനൊപ്പം കളിക്കുകയായിരുന്നു. അവൾ ചിരിച്ച് അവനെ കെട്ടിപ്പിടിച്ചു, അവന്റെ താടിയിൽ ചുംബിച്ചു. ആ നിമിഷം മൈഡാസ് ആ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനായിരുന്നു. സ്വർണത്തെക്കുറിച്ചോ ശാപത്തെക്കുറിച്ചോ അവൻ ചിന്തിച്ചില്ല. അവന്റെ മനസ്സിൽ മാരിഗോൾഡിന്റെ നിഷ്കളങ്കമായ സ്നേഹം മാത്രം. എന്നാൽ പെട്ടെന്ന് ദൂരെ നിന്നൊരു മൃദുലമായ ശബ്ദം കേട്ടു. മനോഹരമായൊരു പുള്ളാങ്കുഴൽ സംഗീതം. സംഗീതം മൈഡാസിന്റെ ഹൃദയത്തെ തൊട്ടു. അതൊരു മാന്ത്രിക സംഗീതമായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ശാന്തിയും ആനന്ദവും നൽകുന്ന ഒന്ന്. മാരിഗോൾഡും ആ സംഗീതം കേട്ട് ആഗ്രഹിതയായി. അച്ഛാ, എന്തൊരു മനോഹരമായ സംഗീതം, അവൾ പറഞ്ഞു. മൈഡാസ് പുള്ളാങ്കുഴൽ സംഗീതം കേട്ട് മുന്നോട്ട് നടന്നു. സംഗീതം വരുന്ന ദിശയിലേക്ക് അവൻ പോയി. കൊട്ടാരത്തിന്റെ അതിർത്തിയിലുള്ള വനത്തിൽ നിന്നാണ് ആ സംഗീതം വരുന്നത്. അവന്റെ ഹൃദയം ഒരു പുതിയ തരം ആകാംക്ഷയാൽ നിറഞ്ഞു. അവൻ നടന്ന് നടന്ന് വനത്തിനുള്ളിലേക്ക് കടന്നു. സംഗീതം കൂടുതൽ വ്യക്തമായി കേൾക്കാം. ഒരു പുഴയുടെ കരയിൽ ഒരു കൂട്ടം ആളുകൾ നൃത്തം ചെയ്യുകയായിരുന്നു. അവരുടെ നടുവിൽ പുള്ളാങ്കുഴൽ ഊതുന്ന ഒരു മനുഷ്യൻ. അവന്റെ തലയിൽ മുന്തിരിവള്ളികൾ കൊണ്ട് കെട്ടിയ കിരീടം. അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തരം തിളക്കം. അവൻ പാനായിരുന്നു, വനങ്ങളുടെയും ഇടയന്മാരുടെയും ദൈവം. അവന്റെ പുള്ളാങ്കുഴൽ സംഗീതം കേട്ട് വനത്തിലെ മൃഗങ്ങളും പക്ഷികളും മരങ്ങളും പോലും നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. മൈഡാസ് ആ സംഗീതത്തിൽ ലയിച്ചുപോയി. അവനെല്ലാം മറന്നു. അവന്റെ മനസ്സിലെ ഭയവും ദുരന്തബോധവും ഒരു നിമിഷം മാഞ്ഞുപോയി. പാന്റെ സംഗീതം അവനെ പൂർണ്ണമായും കീഴടക്കി. പാന്റെ സംഗീതത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് കേൾക്കുന്നവരെ സന്തോഷിപ്പിക്കുകയും അവരെ നൃത്തം ചെയ്യിപ്പിക്കുകയും ചെയ്യും. മൈഡാസ് രാജാവ് പാന്റെ സംഗീതത്തിൽ മതിമറന്നു നിന്നു. അപ്പോഴാണ് മറ്റൊരു ശബ്ദം കേട്ടത്. കാഹളം മുഴക്കുന്ന ശബ്ദം. പാന്റെ പുല്ലാങ്കുഴൽ സംഗീതത്തെ കടത്തിവെട്ടുന്ന ഒരു ശബ്ദം. അപ്പോളോ ദേവനായിരുന്നു അത്. സംഗീതത്തിൻ്റെയും കലയുടെയും പ്രകാശത്തിൻ്റെയും ദേവൻ. അവന്റെ കൈകളിൽ ഒരു സ്വർണ്ണ വീണയുണ്ടായിരുന്നു. അപ്പോളോ ദേവന്റെ വീണാസംഗീതം കേട്ടപ്പോൾ പാന്റെ പുല്ലാങ്കുഴൽ സംഗീതം നേർത്തതായി തോന്നി. അപ്പോളോയുടെ സംഗീതം കൂടുതൽ ഉദാത്തവും ശ്രേഷ്ഠവുമായിരുന്നു. അപ്പോളോയും പാനും തമ്മിൽ ഒരു സംഗീത മത്സരത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അവരുടെ സംഗീതം കേൾക്കാൻ ദേവന്മാരും മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ തടിച്ചുകൂടി. മൈഡാസ് രാജാവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മത്സരം തുടങ്ങി. ആദ്യം പാന്റെ ഊഴമായിരുന്നു. അവന്റെ പുല്ലാങ്കുഴൽ സംഗീതം വനത്തെ മുഴുവൻ ആനന്ദത്തിലാഴ്ത്തി. മരങ്ങൾ ആടി ഉലഞ്ഞു, പൂക്കൾ വിടർന്നു, മൃഗങ്ങൾ നൃത്തം ചെയ്തു. മൈഡാസ് ആ സംഗീതത്തിൽ പൂർണ്ണമായും ലയിച്ചുപോയി. അവൻ പാന്റെ സംഗീതം കേട്ട് അവന്റെ അത്യാഗ്രഹത്തിന്റെ ശാപത്തെപ്പോലും മറന്നു.
പിന്നീട് അപ്പോളോയുടെ ഊഴമായിരുന്നു. അവന്റെ സ്വർണവീണയിൽ നിന്നൊഴുകിയിറങ്ങിയ സംഗീതം വനത്തെ നിശബ്ദമാക്കി. അത് ആത്മാവിനെ തൊട്ടുണർത്തുന്ന സംഗീതമായിരുന്നു. കേൾക്കുന്നവരെ ഭക്തിയുടെയും ആദരവിന്റെയും ഉന്നതങ്ങളിലേക്കെത്തിക്കുന്ന സംഗീതം. അപ്പോളോയുടെ വീണാസംഗീതം കേട്ടപ്പോൾ പാന്റെ പുല്ലാങ്കുഴൽ സംഗീതം സാധാരണമായി തോന്നി. അത് ദൈവീകമായൊരനുഭവമായിരുന്നു. മത്സരം അവസാനിച്ചു. വിധികർത്താക്കൾ തങ്ങളുടെ വിധി പറയാൻ തയ്യാറായി. എല്ലാവരും അപ്പോളോയുടെ സംഗീതത്തിനാണ് കൂടുതൽ മാർക്ക് നൽകിയത്. പക്ഷേ മൈഡാസ് രാജാവ് വ്യത്യസ്തനായിരുന്നു. അവന്റെ മനസ്സിൽ പാന്റെ പുല്ലാങ്കുഴൽ സംഗീതം മാത്രമായിരുന്നു. ആ സംഗീതം അവനെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ പാന്റെ സംഗീതമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, മൈഡാസ് ഉറക്കെ പ്രഖ്യാപിച്ചു. അവന്റെ വാക്കുകൾ അവിടെ കൂടി നിന്നവരെ അത്ഭുതപ്പെടുത്തി. അപ്പോളോയുടെ മുഖത്ത് കോപം നിറഞ്ഞു. മൈഡാസിന്റെ സംഗീതത്തെക്കുറിച്ചുള്ള വിധി അപ്പോളോയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഒരു മനുഷ്യനും ഇത്ര വിഡ്ഢിയാകാൻ പാടില്ല, അപ്പോളോ അലറി. നിന്റെ ചെവികൾ സംഗീതത്തെ തിരിച്ചറിയാൻ കഴിവില്ലാത്തവയാണ്. നീ മനുഷ്യരിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. അപ്പോളോയുടെ കോപം മൈഡാസിനെ ഭയപ്പെടുത്തി. അവൻ തന്റെ വാക്കുകൾ പിൻവലിക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോളോ ഒരു ശാപം പോലെ മൈഡാസിന്റെ അടുത്തേക്ക് നടന്നു. നിനക്ക് സംഗീതം തിരിച്ചറിയാൻ കഴിവില്ലെങ്കിൽ നിന്റെ ചെവികൾക്കിനി മനുഷ്യന്റെ ചെവികളുടെ രൂപം വേണ്ട, അപ്പോളോ പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ നിന്നൊരു തീക്ഷ്ണമായ പ്രകാശം പുറപ്പെട്ടു. മൈഡാസ് തന്റെ ചെവികളിൽ തൊട്ടു. ഞെട്ടലോടെ അവൻ അറിഞ്ഞു, അവന്റെ ചെവികൾക്ക് മാറ്റം വന്നിരിക്കുന്നു. അവ മനുഷ്യന്റെ ചെവികളായിരുന്നില്ല, അവ ഒരു മൃഗത്തിന്റെ ചെവികളായി മാറി. നീണ്ട രോമമുള്ള കഴുതയുടെ ചെവികൾ. മൈഡാസ് നിലവിളിച്ചു. അവന്റെ ജീവിതത്തിലെ മറ്റൊരു ശാപം. അവൻ ഡയോണിസസിന്റെ ശാപത്തിൽ നിന്ന് മോചിതനായെന്ന് കരുതിയപ്പോൾ മറ്റൊരു ദേവന്റെ ശാപം അവനെ പിടികൂടി. ഇതവന്റെ അത്യാഗ്രഹത്തിന്റെ മറ്റൊരു രൂപമായിരുന്നോ? അവന്റെ അത്യാഗ്രഹം അവന്റെ വിധിന്യായത്തെയും ബാധിച്ചോ? അവൻ ഭയന്നു വിറച്ചു. എങ്ങനെ ഇത് മറച്ചുവെക്കും? എങ്ങനെ പ്രജകളെ അഭിമുഖീകരിക്കും? ഈ രഹസ്യം അവൻ എങ്ങനെ സൂക്ഷിക്കും? ആ രാത്രി മൈഡാസ് രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ മനസ്സിൽ ഭയവും നാണക്കേടും നിറഞ്ഞിരുന്നു. അവൻ ആരും കാണാതെ തന്റെ മുറിയിലേക്ക് പോയി. കണ്ണാടിയിൽ നോക്കി അവന്റെ ചെവികൾ കണ്ടപ്പോൾ അവൻ വീണ്ടും നിലവിളിച്ചു. കഴുതയുടെ ചെവികൾ. ഒരു രാജാവിന് എങ്ങനെ അത് മറച്ചുവെക്കാൻ കഴിയും? അവനൊരു വലിയ തലപ്പാവ് ധരിച്ച് ആ ചെവികൾ മറച്ചുവെച്ചു. ആരും ഈ രഹസ്യം അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. അവന്റെ ജീവിതത്തിലെ പുതിയ ദുരന്തം. രാജാവ് മൈഡാസിന്റെ കഴുതച്ചെവികൾ ഒരു രഹസ്യമായി തുടർന്നു. അവന്റെ അടുത്ത വട്ടത്തിലുള്ളവർ പോലും അതറിഞ്ഞിരുന്നില്ല. അവന്റെ മുടിവെട്ടുന്നവൻ മാത്രമാണ് ഈ രഹസ്യമറിഞ്ഞ ഏക വ്യക്തി. മൈഡാസ് അവനോട് ഈ രഹസ്യം ആരോടും പറയരുതെന്ന് സത്യം ചെയ്യിച്ചു. അവനത് പറഞ്ഞാൽ മരണമുറപ്പായിരുന്നു. മുടിവെട്ടുകാരൻ ഭയന്നു. അവൻ സത്യം ചെയ്തു. എന്നാൽ ഒരു രഹസ്യം മനസ്സിൽ ഒതുക്കിവെക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. മുടിവെട്ടുകാരന് ആ രഹസ്യം ഉള്ളിൽ ഒതുക്കിവെക്കാൻ കഴിഞ്ഞില്ല. അതവനെ വല്ലാതെ അലട്ടി. ഓരോ ദിവസവും ആ രഹസ്യം അവനെ ഭാരപ്പെടുത്തി. അവനത് ആരോടെങ്കിലും പറയണമെന്ന് തോന്നി. പക്ഷേ രാജാവിനോടുള്ള ഭയം അവനെ അതിൽ നിന്ന് തടഞ്ഞു. ഒരു ദിവസം അവന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ വനത്തിലേക്ക് പോയി. ആരും കാണാത്ത ഒരു സ്ഥലത്ത് അവനൊരു കുഴിയുണ്ടാക്കി. കുഴിയുടെ അടുത്തേക്ക് കുനിഞ്ഞ് അവൻ ആ രഹസ്യം മന്ത്രിച്ചു. രാജാവ് മൈഡാസിന് കഴുതച്ചെവികളുണ്ട്. അവൻ ആ കുഴിയിൽ ആ രഹസ്യം അടക്കം വെച്ചു. അവന്റെ ഹൃദയത്തിൽ നിന്നൊരു വലിയ ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി. അവൻ കുഴി മൂടി. അവിടെ ഒരു മുളങ്കമ്പ് നട്ടു. വർഷങ്ങൾ കടന്നുപോയി. ആ മുളങ്കമ്പ് വളർന്നു വലുതായി. കാറ്റടിക്കുമ്പോൾ അതിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടു. അതൊരു മന്ത്രം പോലെ, ഒരു പാട്ടുപോലെ മുഴങ്ങി. രാജാവ് മൈഡാസിന് കഴുതച്ചെവികളുണ്ട്. രാജാവ് മൈഡാസിന് കഴുതച്ചെവികളുണ്ട്. ആ രഹസ്യം കാറ്റിലൂടെ വനത്തിൽ പരന്നു. പിന്നീട് ഗ്രാമങ്ങളിലേക്ക്, നഗരങ്ങളിലേക്ക്. മൈഡാസിന്റെ രഹസ്യം പതിയെ പതിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ആ രഹസ്യം പുറത്തു വന്നപ്പോൾ മൈഡാസ് രാജാവ് തകർന്നുപോയി. അവന്റെ ജീവിതം വീണ്ടും ഒരു ദുരന്തമായി മാറി. അവൻ ഡയോണിസസിന്റെ ശാപത്തിൽ നിന്ന് മോചിതനായി. പക്ഷേ അപ്പോളോയുടെ ശാപം അവനെ പിന്തുടർന്നു. സ്വർണത്തോടുള്ള അത്യാഗ്രഹം അവനെ ഒറ്റപ്പെടുത്തിയെങ്കിൽ കഴുതച്ചെവികൾ അവനെ പരിഹാസപാത്രമാക്കി. അവന്റെ ജീവിതം ഒരു പാഠമായി മാറി. അത്യാഗ്രഹവും അഹങ്കാരവും മനുഷ്യനെ ദുരിതത്തിലേക്ക് നയിക്കുന്നു എന്ന് മൈഡാസ് രാജാവ് തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. അവന്റെ കഥ ഒരു അത്യാഗ്രഹിയുടെ ദുരന്തകഥ മാത്രമല്ല,
മാനുഷികമായ തെറ്റുകളെയും പശ്ചാത്താപത്തെയും ഒടുവിൽ മോചനത്തെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ഒരു കഥ കൂടിയാണ്. ഇപ്പോഴും പാക്ടോലസ് നദിയുടെ മണലിൽ സ്വർണ്ണത്തരികൾ തിളങ്ങുന്നുണ്ടാവാം. ആ നദിക്കരയിലൂടെ നടക്കുമ്പോൾ കാറ്റിൻ്റെ നേർത്ത മർമ്മരത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാം, രാജാവ് മൈഡാസിന് കഴുതച്ചെവികളുണ്ടായിരുന്നു, തൊട്ടതെല്ലാം പൊന്നാക്കിയവൻ എന്ന്, ഒരു താക്കീത് പോലെ, ഒരു ഓർമ്മിപ്പിക്കൽ പോലെ. നദിയിലെ വെള്ളം പൊന്നിറമായി മാറിയപ്പോൾ മൈഡാസ് ഒരു നിമിഷം കണ്ണടച്ചു. അവൻ ശുദ്ധനാക്കപ്പെട്ടുവോ? ശാരീരികമായി അവൻ ശുദ്ധനാക്കപ്പെട്ടു. സ്വർണസ്പർശം അവനെ വിട്ടുപോയിരുന്നു. എന്നാൽ മാനസികമായി ആ അത്യാഗ്രഹത്തിൻ്റെ കറ അവൻ്റെ ആത്മാവിൽ ഒരു പാടായി അവശേഷിച്ചു. ഡയോണിസസിൻ്റെ ശാപം അവനിൽ നിന്ന് മാറിയപ്പോൾ അപ്പോളയുടെ ശാപം അവനെ തേടിയെത്തി. ഒരു ദുരന്തത്തിൽ നിന്ന് മോചിതനായപ്പോൾ മറ്റൊരു ദുരന്തം അവനെ പിടികൂടി. ഇത് വെറും യാദൃശ്ചികമായിരുന്നോ, അതോ അവൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ആത്യന്തികമായ പരിണിതഫലമായിരുന്നോ? മൈഡാസ് രാജാവ് കഴുതച്ചെവികളോട് ജീവിച്ചു. ലോകം മുഴുവൻ അവൻ്റെ രഹസ്യമറിഞ്ഞപ്പോൾ അവൻ ലജ്ജിതനായി, ഒറ്റപ്പെട്ടു. അവൻ്റെ പഴയ കൊട്ടാരത്തിലെ ആഡംബരങ്ങളും പ്രതാപവും അവനൊരു ഭാരമായി മാറി. അവൻ ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി വനത്തിൽ ഒരു ചെറിയ കുടിലിൽ ലളിത ജീവിതം നയിക്കാൻ തുടങ്ങി. അവൻ്റെ ഏക കൂട്ടുകാരി അവൻ്റെ മകൾ മാരിഗോൾഡായിരുന്നു. മാരിഗോൾഡ് അവനെ സ്നേഹിച്ചു. അവൻ്റെ കുറവുകളെക്കുറിച്ച് അവൾക്കൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ ദുരിതങ്ങളിൽ ആശ്വാസമായി. അപ്പോളയുടെ ശാപം മൈഡാസിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ പാഠം നൽകി. സ്വർണത്തോടുള്ള അത്യാഗ്രഹം അവനെ ഭൗതികമായി തകർത്തെങ്കിൽ സംഗീതത്തോടുള്ള അവൻ്റെ അജ്ഞത അവനെ മാനസികമായി തളർത്തി. അവൻ അറിവില്ലായ്മയുടെയും അഹങ്കാരത്തിൻ്റെയും പേരിൽ ശിക്ഷിക്കപ്പെട്ടു. യഥാർത്ഥ സമ്പത്ത് അറിവാണെന്നും കലയെയും സൗന്ദര്യത്തെയും ആദരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അവൻ മനസ്സിലാക്കി. അവൻ്റെ കഴുതച്ചെവികൾ അവൻ്റെ അജ്ഞതയുടെയും വിഡ്ഢിത്തത്തിൻ്റെയും പ്രതീകമായി അവശേഷിച്ചു. മൈഡാസ് വനത്തിൽ പക്ഷികളുടെ പാട്ടുകൾ കേട്ടും അരുവികളുടെ കളകളാരവം കേട്ടും ജീവിച്ചു. അവൻ പ്രകൃതിയോട് കൂടുതൽ അടുത്തു. പ്രകൃതിയുടെ ഓരോ ശബ്ദത്തിലും അവനൊരു പുതിയ സംഗീതം കണ്ടെത്തി. പണ്ട് പാനിൻ്റെ സംഗീതത്തെ പ്രശംസിച്ച മൈഡാസ് ഇപ്പോൾ പ്രകൃതിയുടെ സംഗീതത്തെ സ്നേഹിക്കാൻ തുടങ്ങി. അവൻ്റെ കഴുതച്ചെവികൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവന് സാധാരണ മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. മൃഗങ്ങളുടെ സംസാരം, മരങ്ങളുടെ രഹസ്യങ്ങൾ, കാറ്റിൻ്റെ മന്ത്രങ്ങൾ. അവനെ ഒരു പുതിയ ലോകത്തേക്കത് നയിച്ചു. അവൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഡയോണിസസിൻ്റെ വരം, അപ്പോളയുടെ ശാപം എല്ലാം അവൻ്റെ തെറ്റായ തെരഞ്ഞെടുപ്പുകളുടെ ഫലമായിരുന്നു. അവൻ തൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചു. അവൻ്റെ അത്യാഗ്രഹം, അവൻ്റെ അഹങ്കാരം എല്ലാം അവനെ തകർത്തു. അവനൊരു നല്ല മനുഷ്യനായി മാറാൻ ആഗ്രഹിച്ചു. മറ്റുള്ളവരെ സഹായിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും അവൻ പഠിച്ചു. മാരിഗോൾഡ് അവൻ്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. അവൾ അവനെ ആശ്വസിപ്പിച്ചു, അവൻ്റെ കൂടെ നിന്നു. ഒരു ദിവസം മൈഡാസ് മാരിഗോൾഡിനോട് തൻ്റെ കഥ പറഞ്ഞു. അവൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു. മാരിഗോൾഡ് എല്ലാം കേട്ട് അവനെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, നിങ്ങൾ ഇപ്പോൾ ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചു. അതാണ് പ്രധാനം, അവൾ പറഞ്ഞു. അവളുടെ വാക്കുകൾ അവന് വലിയ ആശ്വാസം നൽകി. മൈഡാസ് പിന്നീട് വനത്തിലെ മൃഗങ്ങളുമായി സൗഹൃദം സ്ഥാപിച്ചു. അവൻ അവരോട് സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. അവൻ്റെ കഴുതച്ചെവികൾ അവനെ മൃഗങ്ങളുടെ ലോകവുമായി ബന്ധിപ്പിച്ചു. അവനൊരു രാജാവായിരുന്നില്ല, ഒരു സാധാരണ മനുഷ്യനായി മാറി. അവൻ്റെ മനസ്സിലെ പഴയ ആഡംബരങ്ങളോടുള്ള ആർത്തി പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. മൈഡാസ് രാജാവ് വാർദ്ധക്യത്തിലെത്തി. അവൻ്റെ ശരീരം ക്ഷയിച്ചു. എന്നാൽ അവൻ്റെ ആത്മാവ് പ്രകാശിച്ചു. അവൻ പ്രകൃതിയെ സ്നേഹിച്ചു, മറ്റുള്ളവരെ സഹായിച്ചു. അവൻ്റെ കഴുതച്ചെവികൾ അവനൊരു ശാപമായി തോന്നിയില്ല. അവനെ പ്രകൃതിയോട് കൂടുതൽ അടുപ്പിച്ചു. അവൻ്റെ ജീവിതം ഒരു പാഠമായി മാറി. യഥാർത്ഥ സമ്പത്ത് ഭൗതികമായ വസ്തുക്കളിലല്ല, സ്നേഹത്തിലും അറിവിലും പ്രകൃതിയോടുള്ള ബന്ധത്തിലുമാണ് എന്ന്. ഒരു ദിവസം അപ്പോളോ ദേവൻ വീണ്ടും മൈഡാസിനെ സന്ദർശിച്ചു. മൈഡാസ് വനത്തിൽ പക്ഷികളുമായി സംസാരിക്കുന്ന കാഴ്ച അപ്പോളോ കണ്ടു. അവൻ്റെ കണ്ണുകളിൽ പശ്ചാത്താപവും സമാധാനവും നിറഞ്ഞിരുന്നു.
അപ്പോളോ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മൈഡാസ്, നീ നിന്റെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചു. നീ ഒരു നല്ല മനുഷ്യനായി മാറി. നിന്റെ ശിക്ഷ അവസാനിച്ചു. അപ്പോളോ തൻ്റെ കൈകൊണ്ട് മൈഡാസിൻ്റെ ചെവികളിൽ തൊട്ടു. ഒരു നിമിഷം അവൻ്റെ കഴുതച്ചെവികൾ മാഞ്ഞുപോയി. സാധാരണ മനുഷ്യൻ്റെ ചെവികൾ തിരികെ വന്നു. മൈഡാസ് സന്തോഷത്തോടെ അപ്പോളോയെ നോക്കി. മഹാനായ ദേവാ, നന്ദി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം ഞാൻ പഠിച്ചു. അപ്പോളോ പുഞ്ചിരിച്ചു. മൈഡാസ്, നിന്റെ കഥ ലോകത്തിലൊരു പാഠമായിരിക്കും. അത്യാഗ്രഹത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അറിവില്ലായ്മയുടെ അപകടങ്ങളെക്കുറിച്ചും യഥാർത്ഥ സമ്പത്ത് എന്താണെന്ന് അത് മനുഷ്യരെ പഠിപ്പിക്കും. മൈഡാസ് രാജാവ് പിന്നീട് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. എന്നാൽ അവൻ്റെ ജീവിതം പഴയതുപോലെ ആയിരുന്നില്ല. അവൻ തൻ്റെ പ്രജകളെ കൂടുതൽ സ്നേഹിച്ചു, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി. അവനൊരു ജ്ഞാനിയായ രാജാവായി മാറി. അവൻ്റെ സിംഹാസനം സ്വർണത്തിൽ തിളങ്ങിയില്ല, എന്നാൽ അവൻ്റെ ഭരണം നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായിരുന്നു. മൈഡാസ് രാജാവിൻ്റെ കഥ അങ്ങനെ അവസാനിച്ചു. സ്വർണത്തോടുള്ള അത്യാഗ്രഹം അവനെ ദുരിതത്തിലാക്കി, അജ്ഞത അവനെ പരിഹാസപാത്രമാക്കി. എന്നാൽ പശ്ചാത്താപവും അറിവും അവനെ മോചനത്തിലേക്ക് നയിച്ചു. അവൻ യഥാർത്ഥ സന്തോഷം കണ്ടെത്തി. സ്വർണത്തേക്കാൾ വിലപ്പെട്ടത് സ്നേഹവും കുടുംബബന്ധങ്ങളും അറിവുമാണെന്ന് അവൻ മനസ്സിലാക്കി. പക്ഷേ ചിലപ്പോഴൊക്കെ അവൻ്റെ ഓർമ്മകളിൽ സ്വർണത്തിൻ്റെ തിളക്കം മിന്നിമറയാറുണ്ടായിരുന്നു. ആ ഇരുണ്ട ഓർമ്മകൾ അവനെ ഇപ്പോഴും വേട്ടയാടിയിരുന്നു. മനുഷ്യന്റെ മനസ്സ് എത്ര മാറിയാലും പഴയ അനുഭവങ്ങൾ ഒരു നിഴൽ പോലെ പിന്തുടരും. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചോദ്യം അവശേഷിച്ചു. എന്തായിരുന്നു ആ വരം? ഒരു ശാപമോ അതോ അവനെ വഴി നടത്തിയ ഒരു ദൈവീക ഇടപെടലോ? ഒരിക്കൽ ഒരു രാജാവ് തൊട്ടതെല്ലാം പൊന്നാക്കി. പക്ഷേ ആ സ്വർണം അവനെ ദുരിതത്തിലാഴ്ത്തി. അവൻ്റെ ജീവിതം സ്വർണത്തേക്കാൾ വിലയേറിയ ഒരു പാഠമായി മാറി. ഇന്നും പാക്ടോളസ് നദിയിലെ മണലിൽ സ്വർണത്തെരികൾ കണ്ടാൽ ആളുകൾ ഓർമ്മിക്കും മൈഡാസ് രാജാവിനെ, അവൻ്റെ അത്യാഗ്രഹത്തെ, അവൻ്റെ ദുരന്തത്തെ, അവൻ്റെ മോചനത്തെ. ഒരുപക്ഷെ ഈ കഥയുടെ അവസാനം മൈഡാസിനെ മറ്റൊരു വെല്ലുവിളി കൂടി നേരിടേണ്ടി വരുമോ? മൈഡാസ് സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നു. പക്ഷേ ജനലിലൂടെ വന്ന നേർത്ത നിലാവെളിച്ചത്തിൽ അവൻ്റെ മുറിയിലെ ഒരു പഴയ കളിമൺപാത്രം പതിയെ തിളങ്ങാൻ തുടങ്ങി. സ്വർണത്തിൽ. മൈഡാസ് സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നു. പക്ഷേ ജനലിലൂടെ വന്ന നേർത്ത നിലാവെളിച്ചത്തിൽ അവൻ്റെ മുറിയിലെ ഒരു പഴയ കളിമൺപാത്രം പതിയെ തിളങ്ങാൻ തുടങ്ങി. സ്വർണത്തിൽ. രാജാവ് ഞെട്ടി ഉണർന്നു. അവൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം ശാപം മാറിയെന്ന് അവൻ വിശ്വസിച്ചതിന് ശേഷം ഇത് വീണ്ടും സംഭവിക്കുകയാണോ? അവൻ്റെ ഹൃദയം ഭയത്താൽ അതിവേഗം മിടിച്ചു. അവൻ പതിയെ എഴുന്നേറ്റ് ആ കളിമൺപാത്രത്തിനടുത്തേക്ക് ചെന്നു. അത് തിളക്കമുള്ള സ്വർണമായി മാറിയിരിക്കുന്നു. അവൻ്റെ സ്പർശനമില്ലാതെ, അവൻ്റെ ആഗ്രഹം കൂടാതെ ഇതെങ്ങനെ സംഭവിച്ചു? മൈഡാസിൻ്റെ മനസ്സിൽ ഭയം വീണ്ടും കടന്നുകൂടി. ഡയണൈസിസിൻ്റെ ശാപം പൂർണ്ണമായും മാറിയിട്ടില്ലേ? അതോ ഇത് മറ്റൊരു ദൈവീക ഇടപെടലോ ആണോ? അവൻ തൻ്റെ കൈവിരലുകളിലേക്ക് നോക്കി. തനിക്ക് പഴയ ശക്തി തിരികെ ലഭിച്ചോ? അവൻ ഭയത്തോടെ ഒരു ചെറിയ മരക്കഷണത്തിൽ തൊട്ടു. അത് മരമായി തന്നെ നിന്നു, സ്വർണമായില്ല. അപ്പോൾ ഇത് താനായിരുന്നില്ല ചെയ്തത്. എങ്കിൽ ആര്? എന്തിനാണിത് സംഭവിച്ചത്? രാവിലെ കൊട്ടാരത്തിലെ വേലക്കാർ ഈ സ്വർണപാത്രം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. രാജാവിനോട് വിവരം പറയാൻ അവർ ധൈര്യപ്പെട്ടില്ല. പക്ഷെ മൈഡാസ് എല്ലാം അറിഞ്ഞു. അവൻ രഹസ്യമായി ആ സ്വർണപാത്രം തൻ്റെ മുറിയിൽ സൂക്ഷിച്ചു. ഇത് ആരോടും പറയാതിരിക്കാൻ അവൻ തീരുമാനിച്ചു. കാരണം ഈ രഹസ്യം പുറത്തറിഞ്ഞാൽ ആളുകൾ അവനെ വീണ്ടും ഭയക്കാനോ അല്ലെങ്കിൽ പഴയതുപോലെ അത്യാഗ്രഹിയാകാനോ സാധ്യതയുണ്ട്. അവൻ്റെ മനസ്സിൽ ഒരു പുതിയ ദുരന്തബോധം ഉടലെടുത്തു. സ്വർണത്തോടുള്ള ആഗ്രഹം അവനെ വിട്ടുപോയെങ്കിലും സ്വർണം അവനെ വിട്ടുപോകുന്നില്ലേ? അതൊരു നിഴൽ പോലെ അവനെ പിന്തുടരുകയാണോ? അവൻ്റെ ജീവിതം ഒരു തുടർച്ചയായ പരീക്ഷണമായി മാറിയോ? ഡയോണിസിസിൻ്റെ വാക്കുകൾ വീണ്ടും അവൻ്റെ കാതുകളിൽ മുഴങ്ങി. നിന്റെ അത്യാഗ്രഹത്തിൻ്റെ ഓർമ്മയായി ഈ ദുരന്തം നിന്റെ മനസ്സിൽ എന്നും അവശേഷിക്കും എന്ന്. ഒരുപക്ഷേ ഈ സ്വർണപാത്രം ആ ദുരന്തത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം. മൈഡാസ് പിന്നീട് കൂടുതൽ ശ്രദ്ധാലുവായി. അവൻ തൻ്റെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു. ആർക്കെങ്കിലും സ്വർണസ്പർശം ലഭിച്ചിട്ടുണ്ടോ? കൊട്ടാരത്തിൽ എന്തെങ്കിലും അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അവൻ ഭയന്നു. കാരണം ഈ സ്വർണത്തിൻ്റെ രഹസ്യം പുറത്തറിഞ്ഞാൽ അത് തൻ്റെ മകൾ മാരിഗോൾഡിൻ്റെ ജീവിതത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം മാരിഗോൾഡ് പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. അവൾ ഒരു പൂവ് നുള്ളിയെടുത്തു. മൈഡാസ് അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി.
മാരിഗോൾഡിന്റെ കൈകളിൽ ആ പൂവ് പതിയെ സ്വർണമായി മാറാൻ തുടങ്ങി. അവന്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി. മാരിഗോൾഡ്, തുടരുത്! അവൻ അലറി. പക്ഷേ അവൾക്കതിനു മുൻപ് അത് സ്പർശിക്കാൻ കഴിഞ്ഞു. ആ പൂവ് സ്വർണമായി മാറി. അച്ഛാ, ഇത് സ്വർണപ്പൂവ്! അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിഷ്കളങ്കമായ ആശ്ചര്യം മാത്രം. പക്ഷേ മൈഡാസിന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഈ ശാപം മാരിഗോൾഡിന് കൈമാറ്റം ചെയ്യപ്പെട്ടോ? ഇത് അവന്റെ ഏറ്റവും വലിയ ഭയമായിരുന്നു. അവന്റെ തെറ്റുകൾ അവന്റെ മകളുടെ ജീവിതത്തെ ബാധിക്കുമോ? അവൻ മാരിഗോൾഡിനെ കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരം സ്വർണമായി മാറിയിട്ടില്ല എന്നുറപ്പുവരുത്തി. ആശ്വാസത്തോടെ അവൻ നെടുവീർപ്പിട്ടു. പക്ഷെ ആ ഭയം അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയില്ല. അവൻ ഉടൻ തന്നെ മാരിഗോൾഡിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഈ സംഭവത്തെക്കുറിച്ച് അവളോടൊന്നും പറയാതിരിക്കാൻ അവൻ തീരുമാനിച്ചു. അവൾക്ക് സ്വർണസ്പർശം ലഭിച്ചിട്ടില്ല എന്ന് അവൻ വിശ്വസിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ കൊട്ടാരത്തിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. മാരിഗോൾഡ് തൊടുന്ന ചില വസ്തുക്കൾ സ്വർണമായി മാറാൻ തുടങ്ങി. ഒരു കളിപ്പാട്ടം, ഒരു പുസ്തകം, അവളുടെ വസ്ത്രത്തിന്റെ ഒരു അറ്റം. മൈഡാസ് ഭയന്നു. ഈ ശാപം മാരിഗോൾഡിന് ലഭിച്ചിരിക്കുന്നു. ഇത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി തോന്നി. അവൻ ഡയോണിസസിനെ വീണ്ടും വിളിച്ചു. മഹാനായ ദേവ, എന്നോട് ക്ഷമിക്കണം. എന്റെ തെറ്റുകൾക്ക് ഞാൻ എപ്പോഴും ശിക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ മകളെ ഈ ശാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. അവൾ നിഷ്കളങ്കയാണ്. അവൾക്ക് ഈ ദുരിതം നൽകരുത്. മൈഡാസ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവന്റെ മനസ്സിൽ ഒരു വലിയ ഭാരം അനുഭവപ്പെട്ടു. ഡയോണിസസ് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ മുഖത്ത് ഗൗരവം നിഴലിച്ചു. മൈഡാസ്, ഈ ശാപം നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നിന്റെ അത്യാഗ്രഹത്തിന്റെ ശക്തി അത്ര വലുതായിരുന്നു. അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഡയോണിസസിന്റെ വാക്കുകൾ മൈഡാസിനെ തകർത്തു. അവന്റെ കണ്ണുകളിൽ നിസ്സഹായത നിറഞ്ഞു. അവളെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലേ ദേവാ? മൈഡാസ് ചോദിച്ചു. ഡയോണിസസ് ഒരു നിമിഷം ആലോചിച്ചു. ഒരു വഴിയുണ്ട്, പക്ഷെ അത് അപകടകരമാണ്. നിന്റെയും നിന്റെ മകളുടെയും സ്വർണത്തോടുള്ള സകല ബന്ധവും എന്നേക്കുമായി ഉപേക്ഷിക്കണം. സ്വർണത്തെക്കുറിച്ചുള്ള സകല ഓർമ്മകളും ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഈ ശാപം പൂർണ്ണമായും ഇല്ലാതാകൂ. എന്തു വില കൊടുത്തും താൻ അതിന് തയ്യാറാണ്, മൈഡാസ് പറഞ്ഞു. എന്റെ മകളെ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഡയോണിസസ് ഒരു നിർദ്ദേശം നൽകി. പാക്ടോളസ് നദിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗത്ത് ഒരു പുരാതന ക്ഷേത്രമുണ്ട്. അവിടെ സ്വർണദേവതയുടെ പ്രതിമയുണ്ട്. നീയും നിന്റെ മകളും അവിടെ പോയി ആ പ്രതിമയുടെ കാൽക്കൽ സ്വർണത്തോടുള്ള സകല ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. അവിടെ വെച്ച് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക. അപ്പോൾ മാത്രമേ ഈ ശാപം പൂർണ്ണമായും ഇല്ലാതാകൂ. മൈഡാസ് ഒട്ടും താമസിക്കാതെ മാരിഗോൾഡിനെയും കൂട്ടി പാക്ടോളസ് നദി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഈ യാത്ര അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അവന്റെയും അവന്റെ മകളുടെയും ഭാവി ഈ യാത്രയെ ആശ്രയിച്ചിരുന്നു. അവർ വനത്തിലൂടെ നടന്നു, നദിയുടെ ആഴങ്ങളിലേക്ക്. വഴിയിൽ കണ്ട സ്വർണത്തരികളിൽ പോലും അവർ സ്പർശിച്ചില്ല. സ്വർണത്തോടുള്ള സകല ആഗ്രഹങ്ങളും അവർ ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. ഒടുവിൽ അവർ നദിയുടെ ആഴമുള്ള ഭാഗത്തെത്തി. അവിടെ ഒരു പുരാതന ക്ഷേത്രം കണ്ടു. ക്ഷേത്രത്തിനകത്ത് ഒരു സ്വർണദേവതയുടെ പ്രതിമ തിളങ്ങി നിന്നു. മൈഡാസ് മാരിഗോൾഡിനെയും കൂട്ടി ആ ക്ഷേത്രത്തിലേക്ക് കയറി. അവർ പ്രതിമയുടെ കാൽക്കൽ മുട്ടുകുത്തി. മൈഡാസ് തന്റെ മനസ്സിലുള്ള സകല അത്യാഗ്രഹങ്ങളെയും സ്വർണത്തോടുള്ള സകല ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചു. മാരിഗോൾഡും അവനെപ്പോലെ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രത്തിനകത്ത് ഒരു സ്വർണപ്രകാശം നിറഞ്ഞു. ആ പ്രകാശം അവരെ വലയം ചെയ്തു. അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി. സ്വർണത്തോടുള്ള സകല ആഗ്രഹങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ആ നിമിഷം അവർക്ക് പൂർണ്ണമായ മോചനം ലഭിച്ചു. അവർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി. സൂര്യന്റെ പ്രകാശത്തിൽ നദിയിലെ വെള്ളം സാധാരണ നിലയിലായിരുന്നു. നദിയുടെ മണലിൽ സ്വർണത്തരികൾ ഉണ്ടായിരുന്നില്ല. പാക്ടോളസ് നദി മൈഡാസിന്റെ ശാപത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതയായിരുന്നു. മൈഡാസ് മാരിഗോൾഡിനെ കെട്ടിപ്പിടിച്ചു. മോളെ, നമ്മൾ മോചിതരായി, അവൻ പറഞ്ഞു. അവർ തിരികെ കൊട്ടാരത്തിലേക്ക് നടന്നു. അവരുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു. മൈഡാസ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിച്ചു. യഥാർത്ഥ സന്തോഷം ഭൗതികമായ സമ്പത്തിലോ അധികാരത്തിലോ അല്ല. അത് സ്നേഹത്തിലും സമാധാനത്തിലും കുടുംബ ബന്ധങ്ങളിലുമാണ്. അവന്റെ ജീവിതം ഒരു പുതിയ അധ്യായം തുടങ്ങി. രാജാവ് മൈഡാസ് തന്റെ ശേഷിച്ച ജീവിതം നീതിയുക്തമായും ദയാപൂർണമായും ഭരിച്ചു. അവന്റെ പ്രജകൾ അവനെ സ്നേഹിച്ചു, ബഹുമാനിച്ചു. മാരിഗോൾഡ് ഒരു നല്ല രാജ്ഞിയായി മാറി. അവർ സ്വർണത്തെ വെറുത്തില്ല, പക്ഷെ അതിനെ ആഗ്രഹിച്ചില്ല. സ്വർണം ഒരു അലങ്കാര വസ്തു മാത്രമാണെന്നും ജീവിതത്തിലെ യഥാർത്ഥ മൂല്യം മറ്റൊന്നാണെന്നും അവർ മനസ്സിലാക്കി.
പക്ഷെ ആ രാത്രി കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ മൈഡാസ് തന്റെ കിടക്കയിൽ കിടന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾക്കെന്നോ ഒരു മാറ്റം സംഭവിച്ചതുപോലെ തോന്നി. ദൂരെ ചന്ദ്രന്റെ വെളിച്ചത്തിൽ അവന്റെ പൂന്തോട്ടത്തിലെ ഒരു മരത്തിന്റെ ഇലകൾക്കൊരു നേർത്ത സ്വർണ്ണനിറം. അതവന്റെ കണ്ണുകളുടെ ഒരു മിഥ്യാബോധമായിരുന്നു. അതോ ആ ശാപം അവന്റെ കണ്ണുകളിൽ ഒരു ശേഷിപ്പായി മാറിയോ? അവൻ ഉറങ്ങി. പക്ഷെ അവന്റെ സ്വപ്നങ്ങളിൽ സ്വർണത്തിന്റെ തിളക്കം അവനെ പിന്തുടർന്നു. ഒരുപക്ഷെ അവന്റെ ആത്മാവിലെ ആഴത്തിലുള്ള മുറിവുകൾക്ക് പൂർണ്ണമായ ഉണക്കൽ ഉണ്ടായിരുന്നില്ല. അത്യാഗ്രഹത്തിന്റെ നിഴൽ അവനെ പൂർണ്ണമായും വിട്ടുപോയിട്ടുണ്ടായിരിക്കില്ല. അവൻ സ്വയം ഒരു ചോദ്യം ചോദിച്ചു: ഈ ലോകത്തിൽ സ്വർണത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? മൈഡാസിന്റെ കഥ ഒരു അത്യാഗ്രഹിയുടെ ദുരന്ത കഥ മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിന്റെ യാത്ര കൂടിയാണ്. തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് പശ്ചാത്തപിച്ച് മോചനം നേടുന്ന ഒരാത്മാവിന്റെ കഥ. അവന്റെ കഥയുടെ ഓരോ അധ്യായവും മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. ആ രാത്രി മൈഡാസ് രാജാവിന്റെ സ്വപ്നത്തിൽ ഒരു സ്വർണ്ണക്കപ്പ് അവന്റെ നേർ കൊഴുകി നീങ്ങാൻ തുടങ്ങി. അത് അവന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമായിരുന്നോ? ആ രാത്രി മൈഡാസ് രാജാവിന്റെ സ്വപ്നത്തിൽ ഒരു സ്വർണ്ണക്കപ്പ് അവന്റെ നേർ കൊഴുകി നീങ്ങാൻ തുടങ്ങി. അത് അവന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമായിരുന്നോ? മൈഡാസ് ഞെട്ടിയുണർന്നു. വിയർത്തൊലിച്ച് അവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ഹൃദയം അതിവേഗം മിടിക്കുന്നു. അത് വെറുമൊരു സ്വപ്നമായിരുന്നോ? അതോ അവന്റെ ഉള്ളിൽ ഇപ്പോഴും അടങ്ങാത്ത എന്തോ ഒരാഗ്രഹം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ? അവന്റെ മനസ്സിൽ ഒരു വലിയ ഭയം വീണ്ടും കടന്നുകൂടി. സ്വർണം അവനെ ഒരു നിഴൽ പോലെ പിന്തുടരുകയാണോ? മൈഡാസ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പൂന്തോട്ടത്തിലെ മരങ്ങൾ ശാന്തമായി നിന്നു. ചന്ദ്രന്റെ വെളിച്ചത്തിൽ എല്ലാം സാധാരണമായിരുന്നു. അവന്റെ കണ്ണുകളുടെ ഒരു മിഥ്യാബോധമായിരുന്നു അത്. പക്ഷേ ആ സ്വപ്നം അവനെ വല്ലാതെ അലട്ടി. അവന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ ഇപ്പോഴും സ്വർണത്തോടുള്ള ഒരു നേർത്ത ഭ്രമം അവശേഷിക്കുന്നുണ്ടോ? അവൻ സ്വയം ചോദിച്ചു. ഒരുപക്ഷേ ഡയോണിസസിന്റെ ശാപം പൂർണ്ണമായും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു നിഴൽ പോലെ അവനെ പിന്തുടർന്നു, അവന്റെ ഉറക്കം കെടുത്തി. മൈഡാസ് പിന്നീട് തന്റെ ജീവിതത്തിൽ കൂടുതൽ ജാഗ്രത പാലിച്ചു. അവൻ സ്വർണത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞുമാറി. കൊട്ടാരത്തിലെ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണപാത്രങ്ങളും അവൻ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകി. അവയെല്ലാം കാഴ്ചയ്ക്ക് മനോഹരമായിരുന്നെങ്കിലും അവയെല്ലാം അവന് ദുരന്തത്തിന്റെ ഓർമ്മകൾ മാത്രമായിരുന്നു. അവന്റെ കൊട്ടാരത്തിൽ ലളിതമായ മൺപാത്രങ്ങളും തടികൊണ്ടുള്ള പാത്രങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത ശൈലി അവൻ സ്വീകരിച്ചു. അവൻ തന്റെ പ്രജകൾക്ക് മുന്നിൽ ഒരു മാതൃകയായി മാറി. സ്വർണത്തോടുള്ള അത്യാഗ്രഹം എത്രമാത്രം അപകടകരമാണെന്ന് അവൻ അവരെ പഠിപ്പിച്ചു. യഥാർത്ഥ സന്തോഷം ഭൗതികമായ സമ്പത്തിലല്ലെന്നും അത് ആന്തരിക സമാധാനത്തിലും സ്നേഹബന്ധങ്ങളിലുമാണെന്നും അവൻ അവരെ ഓർമ്മിപ്പിച്ചു. അവന്റെ ഭരണം നീതിയുക്തവും ദയാപൂർണവുമായിരുന്നു. ആളുകൾ അവനെ ബഹുമാനിച്ചു. കാരണം അവനൊരു ദുരന്തത്തിൽ നിന്ന് പാഠം പഠിച്ച രാജാവായിരുന്നു. മാരിഗോൾഡ് അവനെപ്പോലെ വളർന്നു ഒരു നല്ല രാജ്ഞിയായി മാറി. അവൾക്ക് സ്വർണസ്പർശം ലഭിച്ചിട്ടില്ലെന്ന് മൈഡാസ് ഉറപ്പുവരുത്തി. അവളുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരുന്നു. അവൾക്ക് സ്വർണത്തോടുള്ള ആർത്തി ഉണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ സ്നേഹവും ദയവും മാത്രം. മൈഡാസ് തന്റെ ജീവിതത്തിൽ ചെയ്ത ഒരേയൊരു നല്ല കാര്യം മാരിഗോൾഡിന് നല്ലൊരു ജീവിതം നൽകാൻ കഴിഞ്ഞു എന്നതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നിലാവുള്ള രാത്രികളിൽ മൈഡാസ് തന്റെ കിടക്കയിൽ കിടന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ദൂരെ പാക്ടോലസ് നദിയിലെ വെള്ളം വെള്ളി പോലെ തിളങ്ങുന്നത് അവൻ കണ്ടു. ആ നദിയിലെ മണലിലൊരിക്കൽ സ്വർണ്ണത്തരികൾ നിറഞ്ഞിരുന്നു. ആ ഓർമ്മകൾ അവന്റെ മനസ്സിലൊരു നേർത്ത വേദനയായി അവശേഷിച്ചു. അവൻ തന്റെ വിരലുകളിലേക്ക് നോക്കി. തണുത്ത സാധാരണ വിരലുകൾ. പക്ഷെ അവ ഒരിക്കൽ സ്വർണത്തെ സ്പർശിച്ചവയാണ്. മൈഡാസ് രാജാവ് തന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അത്യാഗ്രഹത്തിന്റെ അപകടങ്ങളെക്കുറിച്ച്, സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അറിവിന്റെ മൂല്യത്തെക്കുറിച്ച്. അവൻ ഒരു പുതിയ മനുഷ്യനായി മാറി. അവന്റെ ജീവിതം ഒരു പാഠമായി. അത്യാഗ്രഹം ദുരന്തത്തിലേക്ക് നയിക്കുന്നുവെന്ന് അത് ആദ്യം പഠിപ്പിച്ചു. പക്ഷേ ആത്യന്തികമായി മനുഷ്യന്റെ ആത്മാവിന് തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് മോചനം നേടാൻ കഴിയുമെന്നും അവന്റെ കഥ നമ്മളെ പഠിപ്പിച്ചു. കാലം കടന്നുപോയി. മൈഡാസ് രാജാവ് വാർദ്ധക്യത്തിലെത്തി. അവന്റെ ശരീരം ക്ഷയിച്ചു. പക്ഷെ അവന്റെ മനസ്സിൽ ജ്ഞാനം നിറഞ്ഞു. അവൻ തന്റെ ജീവിതത്തെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. അവന്റെ പ്രജകൾ അവനെ സ്നേഹിച്ചു. അവന്റെ കഥ തലമുറകളിലേക്ക് കൈമാറി. ഒരു ദിവസം മൈഡാസ് തന്റെ അവസാന ശ്വാസം വലിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മാരിഗോൾഡ് അവന്റെ അടുത്തിരുന്നു.
അവൾ അവൻ്റെ കൈകൾ കോർത്തു പിടിച്ചു. അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ മാരിഗോൾഡിൻ്റെ മുഖം ഒരു സ്വർണ്ണപ്രഭയിൽ തിളങ്ങുന്നത് അവൻ കണ്ടു. അതവൻ്റെ കണ്ണുകളുടെ ഒരു മിഥ്യാബോധമായിരുന്നോ, അതോ അവൻ്റെ ആത്മാവ് ഇപ്പോഴും സ്വർണത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുകയായിരുന്നോ? അച്ഛാ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, മാരിഗോൾഡ് പറഞ്ഞു. മൈഡാസിൻ്റെ ചുണ്ടുകളിൽ ഒരു നേർത്ത ചിരി വിടർന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീരൊഴുകി. ഇത്തവണ അത് സ്വർണമായിരുന്നില്ല, അത് വെറും കണ്ണുനീരായിരുന്നു, സ്നേഹത്തിൻ്റെ കണ്ണുനീർ. മൈഡാസ് രാജാവ് സമാധാനത്തോടെ മരണം വരിച്ചു. അവൻ്റെ മരണം ഒരു ദുരന്തമായിരുന്നില്ല, മറിച്ച് ഒരു ജീവിതത്തിൻ്റെ പൂർണ്ണതയായിരുന്നു. അവൻ തൻ്റെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് ഒരു പുതിയ മനുഷ്യനായി മാറി. അവൻ്റെ കഥ ഒരു അത്യാഗ്രഹിയുടെ കഥയല്ല, മറിച്ച് മോചനത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നതിൻ്റെയും കഥയായിരുന്നു. പക്ഷേ മൈഡാസിൻ്റെ കൊട്ടാരത്തിൻ്റെ രഹസ്യ അറയിൽ അവൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ സ്വർണ്ണ കളിമൺ പാത്രം ഇപ്പോഴും തിളങ്ങി നിന്നു. അവൻ്റെ സ്പർശമില്ലാതെ അതെങ്ങനെ സ്വർണമായി മാറിയെന്ന് ആർക്കും അറിഞ്ഞിരുന്നില്ല. ഒരുപക്ഷേ സ്വർണമൊരു ശാപമായി അവശേഷിച്ചു. ഒരുപക്ഷേ അത് ഡയോണിസസിൻ്റെ ഒരു അവസാന മുന്നറിയിപ്പായിരുന്നിരിക്കാം. മനുഷ്യൻ്റെ ആഗ്രഹം ഒരു നിഴൽ പോലെ അവനെ പിന്തുടരുമെന്ന മുന്നറിയിപ്പ്. കാലങ്ങൾ കടന്നുപോയി. മൈഡാസിൻ്റെ കഥ ഒരു ഇതിഹാസമായി മാറി. ആളുകളത് പറഞ്ഞു കേട്ടു, പാഠം പഠിച്ചു. പാക്ടോലസ് നദിയിലെ മണലിലിപ്പോഴും സ്വർണ്ണത്തരികൾ കണ്ടാൽ അവർക്ക് മൈഡാസ് രാജാവിനെ ഓർമ്മ വരും. അവൻ്റെ ജീവിതം ഒരു മുന്നറിയിപ്പാണ്. ഭൗതികമായ സമ്പത്തിന് പിന്നാലെ പോകുമ്പോൾ യഥാർത്ഥ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പക്ഷെ ചിലപ്പോഴൊക്കെ പൂർണ്ണചന്ദ്രനുള്ള രാത്രികളിൽ പാക്ടോലസ് നദിയുടെ തീരത്ത് ഒരു നേർത്ത മർമ്മരം കേൾക്കാം. അത് കാറ്റിൻ്റെ ശബ്ദമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു പഴയ രാജാവിൻ്റെ സ്വപ്നങ്ങളുടെ പ്രതിധ്വനിയായിരിക്കാം. സ്വർണം ആരും കൊതിക്കുന്ന ലോഹം, പക്ഷെ ചിലപ്പോഴത് ശാപമായി മാറും. ആ മർമ്മരം ഒരുപക്ഷെ മറ്റൊരു രാജാവിനെ തേടിയെത്താൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. സ്വർണമിനി ആരുടെ ജീവിതത്തെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? ആ മർമ്മരം ഒരുപക്ഷെ മറ്റൊരു രാജാവിനെ തേടിയെത്താൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. സ്വർണമിനി ആരുടെ ജീവിതത്തെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? മൈഡാസിൻ്റെ കഥ അവിടെ അവസാനിച്ചു എന്ന് തോന്നിയേക്കാം. പക്ഷെ ഓരോ കഥയും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. സ്വർണത്തോടുള്ള മനുഷ്യൻ്റെ അഭിനിവേശം അത് എത്ര തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയും? മൈഡാസിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ സ്വർണശാപം പൂർണ്ണമായും മാഞ്ഞിപ്പോയിരുന്നോ, അതോ അത് അവൻ്റെ പിൻഗാമികളിൽ ആർക്കെങ്കിലും ഒരു മറഞ്ഞിരിക്കുന്ന അപകടമായി ഒളിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നോ? മൈഡാസിൻ്റെ മകൾ മാരിഗോൾഡ് തൻ്റെ പിതാവിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടു ജീവിച്ചു. അവൾ ഒരിക്കലും സ്വർണത്തോട് അത്യാഗ്രഹം കാണിച്ചില്ല. അവളുടെ ഭരണം നീതിയും സ്നേഹവും നിറഞ്ഞതായിരുന്നു. അവൾക്ക് ശേഷം വന്ന തലമുറകളും ലളിതമായ ജീവിതം നയിച്ചു. ഫ്രിജിയ രാജ്യം ഐശ്വര്യസമൃദ്ധമായിരുന്നു. എന്നാൽ അവരുടെ സമ്പത്ത് സ്വർണത്തിൻ്റെ തിളക്കത്തിലായിരുന്നില്ല, മറിച്ച് കൃഷിയുടെ സമൃദ്ധിയിലും പ്രജകളുടെ സന്തോഷത്തിലുമായിരുന്നു. മൈഡാസിൻ്റെ ദുരന്തം അവർക്കൊരു മുന്നറിയിപ്പായി എന്നും നിലകൊണ്ടു. എന്നാൽ കാലം മാറുമ്പോൾ കഥകളും മാറുമല്ലോ. നൂറ്റാണ്ടുകൾ കടന്നുപോയി. മൈഡാസിൻ്റെ കഥ ഒരു പഴങ്കഥയായി. അതിൻ്റെ ആഴത്തിലുള്ള പാഠങ്ങൾ പലരും മറന്നു തുടങ്ങി. സ്വർണത്തിൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാതെ അതിൻ്റെ ബാഹ്യമായ തിളക്കത്തിൽ മാത്രം മതിമറന്ന ഒരു പുതിയ തലമുറ ഫ്രിജിയയിൽ ഉയർന്നുവന്നു. അവർ മൈഡാസിൻ്റെ കഥയെ ഒരു ഭംഗിയുള്ള കെട്ടുകഥയായി മാത്രം കണ്ടു. അതിലെ മുന്നറിയിപ്പുകളെ അവഗണിച്ചു. ഈ പുതിയ തലമുറയിലെ ഒരു രാജകുമാരനായിരുന്നു ലിയോൺ. അവൻ മൈഡാസിൻ്റെ നേരിട്ടുള്ള പിൻഗാമിയായിരുന്നില്ല, പക്ഷെ അവൻ്റെ രാജവംശം മൈഡാസിൻ്റെ കുടുംബവുമായി ബന്ധമുള്ളതായിരുന്നു. ലിയോൺ ചെറുപ്പക്കാരനും ധീരനും സുന്ദരനുമായിരുന്നു. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ മൈഡാസിനെപ്പോലെ ഒരു അടങ്ങാത്ത ആഗ്രഹം ഒളിഞ്ഞുകിടന്നിരുന്നു. പ്രതാപത്തോടും അധികാരത്തോടും എല്ലാറ്റിനുമുപരി സ്വർണത്തോടുമുള്ള ആർത്തി. ലിയോൺ തൻ്റെ കൊട്ടാരത്തിലെ സ്വർണശേഖരങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. മൈഡാസ് ഉപേക്ഷിച്ച പല സ്വർണവസ്തുക്കളും കൊട്ടാരത്തിൻ്റെ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരുന്നു. അവയെല്ലാം മൈഡാസിൻ്റെ കാലഘട്ടത്തിലെ ഓർമ്മകളായിരുന്നു. അവൻ അവയെല്ലാം എടുത്തു പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ മനസ്സിലൊരു ചോദ്യമുയർന്നു. മൈഡാസ് രാജാവിന് സ്വർണസ്പർശം ലഭിച്ചിരുന്നെങ്കിൽ അതെനിക്കെന്തുകൊണ്ട് ലഭിച്ചുകൂടാ? അവൻ മൈഡാസിൻ്റെ കഥ പഠിച്ചു. ഡയോണിസസിൻ്റെ വരത്തെക്കുറിച്ചും പാക്ടോളസ് നദിയിലെ ശുദ്ധീകരണത്തെക്കുറിച്ചും അവൻ അറിഞ്ഞു. പക്ഷേ മൈഡാസ് ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല. അവൻ്റെ മനസ്സിൽ സ്വർണത്തിൻ്റെ തിളക്കം മാത്രം. അവൻ രഹസ്യമായി ഡയോണിസസിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തനിക്കും സ്വർണസ്പർശം ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ്റെ ആഗ്രഹം മൈഡാസിനെപ്പോലെ തന്നെ തീവ്രമായിരുന്നു. ഒരു രാത്രി ലിയോൺ രാജകുമാരൻ ഉറങ്ങുമ്പോൾ അവൻ്റെ സ്വപ്നത്തിൽ ഡയോണിസസ് പ്രത്യക്ഷപ്പെട്ടു. രാജകുമാരാ എന്ന് ഡയോണിസസ് പറഞ്ഞു.
മൈഡാസിന്റെ കഥ നീ കേട്ടിട്ടില്ലേ? അത്യാഗ്രഹം നിന്നെ ദുരിതത്തിലേക്ക് നയിക്കും. പക്ഷേ ലിയോൺ ഡയോണിസസിന്റെ മുന്നറിയിപ്പുകൾ ചെവികൊണ്ടില്ല. മഹാനായ ദേവ, എനിക്ക് സ്വർണം വേണം. മൈഡാസിന് സംഭവിച്ച തെറ്റുകൾ ഞാൻ ആവർത്തിക്കില്ല. ഡയോണിസസ് പുഞ്ചിരിച്ചു. അവന്റെ കണ്ണുകളിലൊരു നേർത്ത തണുപ്പും നിഴലിച്ചു. നിന്റെ ആഗ്രഹം ശക്തമാണെങ്കിൽ അത് നിനക്ക് ലഭിക്കും. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നീ തൊടുന്നതെല്ലാം സ്വർണമായി മാറും. പക്ഷേ ഓർക്കുക, ഡയോണിസസിന്റെ വരം ഒരു ശാപമായി മാറിയേക്കാം. ലിയോൺ സന്തോഷത്തോടെ ഉണർന്നു. അവൻ ഡയോണിസസിന് നന്ദി പറഞ്ഞു. തന്റെ ജീവിതം മാറിമറിയാൻ പോവുകയാണെന്ന് അവൻ വിശ്വസിച്ചു. അവൻ വേഗത്തിൽ തന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ വിരൽ ഒരു ചെറിയ വിളക്കിൽ തട്ടി. വിളക്കൊരു സ്വർണ്ണവിളക്കായി മാറി. ലിയോൺ അത്ഭുതപ്പെട്ടു. സന്തോഷത്താൽ മതിമറന്നു. മൈഡാസിന്റെ ശാപം തനിക്ക് ലഭിച്ചിരിക്കുന്നു. അവൻ കൊട്ടാരത്തിലെ ഓരോ വസ്തുവിലും തൊട്ടു. അവയെല്ലാം സ്വർണമായി മാറി. അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ തരം തിളക്കം. അവന്റെ അത്യാഗ്രഹം അവനെ പൂർണ്ണമായും കീഴടക്കി. അവൻ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല മൈഡാസിന് സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച്. അവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാകാൻ പോവുകയാണെന്നവൻ വിശ്വസിച്ചു. കൊട്ടാരം ഒരു സ്വർണ്ണക്കൊട്ടാരമായി മാറി. തൂണുകൾ, ശില്പങ്ങൾ, കസേരകൾ, മേശകൾ എല്ലാം സ്വർണത്തിൽ തിളങ്ങി. ലിയോൺ രാജകുമാരൻ സന്തോഷത്തോടെ ചിരിച്ചു. പക്ഷേ അവന്റെ ചിരിയിൽ ഒരു അപകടത്തിന്റെ നിഴലുണ്ടായിരുന്നു. ഈ സന്തോഷം അധികകാലം നിലനിൽക്കില്ലെന്ന് അവൻ അറിഞ്ഞില്ല. ഉച്ചഭക്ഷണ സമയമായി. ലിയോൺ വിശപ്പും ദാഹവും കൊണ്ട് അവശനായി. അവനൊരു മുന്തിരിയെടുക്കാൻ കൈനീട്ടി. അത് സ്വർണമായി മാറി. വെള്ളം കുടിക്കാൻ ശ്രമിച്ചു. അതും സ്വർണമായി മാറി. മൈഡാസിന് സംഭവിച്ച അതേ ദുരന്തം അവനെയും പിടികൂടി. അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഇല്ല, ഇത് മൈഡാസിന്റെ ശാപമാണ്. അവൻ അലറി. അവൻ പരിഭ്രാന്തനായി. തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടന്നു. പക്ഷെ പുറത്തു കണ്ട കാഴ്ച അവനെ കൂടുതൽ ഭയപ്പെടുത്തി. അവൻ നടന്നുപോയ വഴിയിലെ പുല്ലുകൾ സ്വർണമായി, മരങ്ങൾ സ്വർണമരങ്ങളായി. അവൻ തൊട്ടതെല്ലാം സ്വർണമായി മാറി. ലോകം മുഴുവൻ സ്വർണമായി മാറാൻ തുടങ്ങിയാൽ താൻ എങ്ങനെ ജീവിക്കും? ലിയോൺ രാജകുമാരൻ തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്തു. അവൾ അവനെ കാണാൻ വരുമായിരുന്നു. ലിയോൺ അവളെ കെട്ടിപ്പിടിച്ചാൽ അവളൊരു സ്വർണ്ണപ്രതിമയായി മാറിയേക്കാം. അവന്റെ ഹൃദയം ഭയത്താൽ നുറുക്കായി. അവൻ മൈഡാസിന്റെ ദുരന്തം മനസ്സിലാക്കാൻ തുടങ്ങി. ഈ സ്വർണമൊരു ശാപമാണ്. അത് ജീവൻ കെടുത്തിക്കളയുന്ന ഒരു ശക്തിയാണ്. ലിയോൺ ഭാന്തമായ അവസ്ഥയിലായി. അവൻ ഡയോണിസസിനോട് പ്രാർത്ഥിച്ചു. അവന്റെ ശാപം തിരിച്ചെടുക്കാൻ അപേക്ഷിച്ചു. മഹാനായ ദേവ, എന്നോട് ക്ഷമിക്കണം. എന്റെ അത്യാഗ്രഹം എന്നെ അന്ധനാക്കി. ഈ ശാപം തിരിച്ചെടുക്കണമേ. എനിക്ക് ഈ സ്വർണം വേണ്ട. അവന്റെ പ്രാർത്ഥന ആത്മാർത്ഥമായിരുന്നു. പക്ഷേ അവന്റെ പ്രാർത്ഥന കേൾക്കാൻ ഡയോണിസസ് വന്നില്ല. ലിയോൺ ഒറ്റപ്പെട്ടു. വിശപ്പും ദാഹവും അവനെ വേട്ടയാടി. അവന്റെ കൊട്ടാരം ഒരു സ്വർണ്ണക്കൂടായി മാറി. അവൻ അതിനുള്ളിൽ തടവുകാരനായി. മൈഡാസിന് സംഭവിച്ച അതേ ദുരന്തം അതേ വഴിയിലൂടെ ലിയോണിനെയും പിന്തുടർന്നു. പക്ഷേ മൈഡാസിനെ ഡയോണിസസിന്റെ സഹായം ലഭിച്ചു. ലിയോണിനത് ലഭിക്കുമോ? രാത്രിയായി. ലിയോൺ തളർന്ന് നിലത്ത് കിടന്നു. അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൻ തന്റെ തെറ്റുകളോർത്ത് പശ്ചാത്തപിച്ചു. അപ്പോളോയുടെ ശാപം, കഴുച്ച ചെവികൾ, അതെല്ലാം മൈഡാസിന്റെ ജീവിതത്തിലെ പാഠങ്ങളായിരുന്നു. പക്ഷെ താനൊന്നും പഠിച്ചില്ല. പെട്ടെന്ന് അവന്റെ മുറിയിലേക്കൊരു നേർത്ത പ്രകാശം കടന്നുവന്നു. ഒരു സ്വർണ്ണശലഭം. അതവന്റെ ചുറ്റും പറന്നു. ലിയോൺ അത്ഭുതത്തോടെ അതിനെ നോക്കി. ആ ശലഭം അവന്റെ നേർക്ക് പറന്ന് അവന്റെ നെറ്റിയിൽ പതുക്കെ തൊട്ടു. ഒരു നിമിഷം ലിയോൺ സ്വർണമായി മാറിയോ എന്നവൻ ഭയപ്പെട്ടു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ആ ശലഭം അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു മാന്ത്രിക പ്രകാശം പരത്തി. അതിന്റെ ചിറകുകളിൽ മൈഡാസിന്റെ കഥ തെളിഞ്ഞുവന്നു. സ്വർണസ്പർശത്തിന്റെ ദുരന്തം, കഴുതച്ചെവികളുടെ ശാപം, പശ്ചാത്താപം, മോചനം എല്ലാം അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞു. സ്വർണം ഒരു ശാപമല്ല, അത്യാഗ്രഹമാണ് ശാപമെന്ന് ആ ശലഭം അവനെ പഠിപ്പിച്ചു. ലിയോൺ അത്ഭുതത്തോടെ ആ ശലഭത്തെ നോക്കി. അത് ഡയോണിസസിന്റെ ഒരു ദൂതനായിരുന്നോ? ഒരു പുതിയ പാഠം പഠിപ്പിക്കാൻ വന്നതാണോ? ലിയോൺ കണ്ണടച്ചു. അവന്റെ മനസ്സിൽ സ്വർണത്തോടുള്ള സകല ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചു. അവൻ സ്നേഹവും സമാധാനവും ലളിതമായ ജീവിതവുമാണ് ആഗ്രഹിച്ചത്. അവൻ കണ്ണു തുറന്നപ്പോൾ ശലഭം മാഞ്ഞുപോയിരുന്നു. പക്ഷെ അവന്റെ മുന്നിൽ, അവന്റെ കിടക്കയിൽ ഒരു തണുത്ത കല്ല് തിളങ്ങി നിന്നു. ആ കല്ലിന്റെ ഉള്ളിൽ ഒരു നേർത്ത സ്വർണ്ണത്തെരി. അവൻ കണ്ണു തുറന്നപ്പോൾ ശലഭം മാഞ്ഞുപോയിരുന്നു. പക്ഷെ അവന്റെ മുന്നിൽ, അവന്റെ കിടക്കയിൽ ഒരു തണുത്ത കല്ല് തിളങ്ങി നിന്നു. ആ കല്ലിന്റെ ഉള്ളിൽ ഒരു നേർത്ത സ്വർണ്ണത്തെരി. ലിയോൺ രാജകുമാരൻ ആ കല്ലെടുത്ത് പരിശോധിച്ചു. അതവന്റെ കൈകളിൽ സ്വർണമായി മാറിയില്ല. സ്വർണ്ണത്തെരി കല്ലിനുള്ളിൽ ഭദ്രമായിരുന്നു. ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം. ഈ സ്വർണ്ണശലഭം തനിക്ക് മോചനം നൽകിയിരിക്കുന്നുവെന്ന് ലിയോൺ വിശ്വസിച്ചു. അവന്റെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി. അവൻ ആവേശത്തോടെ എഴുന്നേറ്റു. തന്റെ മുറിയിലെ വസ്തുക്കളിൽ തൊട്ടു. ഒന്നും സ്വർണമായില്ല. ദാഹത്തോടെ അവൻ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു കുടിച്ചു. വെള്ളം
സാധാരണ വെള്ളമായി തന്നെ നിന്നു. അവൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ഡയോണിസസിന്റെ ശാപം തന്നെ വിട്ടുപോയിരിക്കുന്നു. പക്ഷേ ആ കല്ലിനുള്ളിലെ സ്വർണ്ണത്തരി അവന് ലഭിച്ച പാഠത്തിന്റെ പ്രതീകമായി അവശേഷിച്ചു. സ്വർണം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത്യാഗ്രഹം പാടില്ല. ലിയോൺ രാജകുമാരൻ തന്റെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചു. അവൻ മൈഡാസിനെ പോലെ ഒരു പുതിയ മനുഷ്യനായി മാറി. തന്റെ കൊട്ടാരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ അവൻ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകി. പക്ഷെ അവയോടുള്ള അവന്റെ ആഗ്രഹം എന്നേക്കുമായി മാഞ്ഞുപോയിരുന്നു. അവൻ തന്റെ പ്രജകളെ സ്നേഹിച്ചു, അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു. അവന്റെ ഭരണത്തിൽ ഫ്രിഗിയ രാജ്യം വീണ്ടും ഐശ്വര്യസമൃദ്ധമായി മാറി. ലിയോൺ രാജകുമാരൻ ലില്ലിയെ വിവാഹം കഴിച്ചു. അവൾ സന്തോഷത്തോടെ ജീവിച്ചു. മൈഡാസിന്റെയും ലിയോണിന്റെയും കഥകൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അത്യാഗ്രഹത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി ഈ കഥകൾ നിലകൊണ്ടു. സ്വർണം ഒരു ഭൗതിക വസ്തു മാത്രമാണെന്നും യഥാർത്ഥ സന്തോഷം ആന്തരിക സമാധാനത്തിലും സ്നേഹബന്ധങ്ങളിലും പ്രകൃതിയോടുള്ള ബന്ധത്തിലുമാണെന്നും അവർ പഠിപ്പിച്ചു. കാലം കടന്നുപോയി. ഫ്രിഗിയ രാജ്യം ചരിത്രത്തിന്റെ ഭാഗമായി. പക്ഷെ പാക്ടോളസ് നദി ഇപ്പോഴും ഒഴുകുന്നു. അതിന്റെ മണലിൽ ഇപ്പോഴും നേർത്ത സ്വർണ്ണത്തെരികൾ കണ്ടാൽ ആളുകൾ ഓർമ്മിക്കും മൈഡാസിനെയും ലിയോണിനെയും. അവരുടെ കഥകൾ ഒരു പാഠമായി നിലകൊള്ളും, മനുഷ്യന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും അതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും. എന്നാൽ മൈഡാസിന്റെ കൊട്ടാരത്തിൽ അവൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ സ്വർണ്ണ കളിമൺപാത്രം ഇപ്പോഴുമുണ്ടായിരുന്നു. ആ സ്വർണ്ണ കളിമൺപാത്രം, മൈഡാസിന്റെ സ്പർശമില്ലാതെ സ്വർണ്ണമായി മാറിയ പാത്രം, ഒരു നിഗൂഢതയായി അവശേഷിച്ചു. ഒരുപക്ഷേ ആ പാത്രത്തിൽ ഇപ്പോഴും ഒരുതരം മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നിരിക്കാം. മൈഡാസിന്റെയും ഡയോണിസസിന്റെയും ഇടയിൽ നടന്ന ആ പ്രതിഭാസത്തിന്റെ ഒരു ശേഷിപ്പ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പുരാവസ്തു ഗവേഷകൻ മൈഡാസിന്റെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആ സ്വർണ്ണ കളിമൺപാത്രം കണ്ടെത്തി. അതിന്റെ തിളക്കം കണ്ടപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. ഒരു സാധാരണ കളിമൺപാത്രം എങ്ങനെ സ്വർണ്ണമായി മാറി? ഇത് ഏതെങ്കിലും രാജാവിന്റെ സ്വർണ്ണസ്പർശത്തിന്റെ ഫലമാണോ? അതോ ഇത് മറ്റെന്തെങ്കിലും മാന്ത്രിക ശക്തിയുടെ ഫലമാണോ? പുരാവസ്തു ഗവേഷകൻ ആ പാത്രത്തെക്കുറിച്ച് പഠിച്ചു. അവൻ മൈഡാസിന്റെയും ലിയോണിന്റെയും കഥകൾ കണ്ടെത്തി. സ്വർണത്തിന്റെ ശാപത്തെക്കുറിച്ചും അത്യാഗ്രഹത്തിന്റെ അപകടങ്ങളെക്കുറിച്ചും അവൻ അറിഞ്ഞു. പക്ഷേ ആ സ്വർണ്ണ കളിമൺ പാത്രത്തിന്റെ രഹസ്യം അവനൊരു ചുരുളായി അവശേഷിച്ചു. ഒരു രാത്രി പുരാവസ്തു ഗവേഷകൻ തന്റെ ഗവേഷണശാലയിൽ ആ സ്വർണ്ണ കളിമൺ പാത്രത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നേർത്ത സ്വർണ്ണപ്രകാശം ആ പാത്രത്തിൽ നിന്ന് പുറത്തു പുറപ്പെട്ടു. ആ പ്രകാശം അവന്റെ മുറി മുഴുവൻ നിറഞ്ഞു. അവൻ അത്ഭുതത്തോടെ ആ പാത്രത്തെ നോക്കി. പതുക്കെ പതുക്കെ ആ പാത്രത്തിന്റെ തിളക്കം കൂടാൻ തുടങ്ങി. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം പുറത്തുവന്നു, ഒരു മന്ത്രം പോലെ. സ്വർണം, ആരും കൊതിക്കുന്ന ലോഹം. പക്ഷേ ചിലപ്പോൾ അത് ശാപമായി മാറും. തൊട്ടതെല്ലാം പൊന്നാക്കിയവൻ. ആ ശബ്ദം പുരാവസ്തു ഗവേഷകനെ ഭയപ്പെടുത്തി. അവൻ ആ പാത്രം അവിടെ വെച്ച് പുറത്തേക്കോടി. പിറ്റേ ദിവസം രാവിലെ അവൻ തിരികെ വന്നപ്പോൾ ആ പാത്രത്തിന്റെ തിളക്കം മാഞ്ഞുപോയിരുന്നു. അതൊരു സാധാരണ സ്വർണ്ണപാത്രമായി അവിടെ നിന്നു. പക്ഷേ ആ രാത്രി കണ്ട കാഴ്ചയും കേട്ട ശബ്ദവും അവന്റെ മനസ്സിൽ ഒരു മായാത്ത മുറിവുണ്ടാക്കി. മൈഡാസിന്റെ കഥ വെറുമൊരു പഴയ കെട്ടുകഥയായിരുന്നില്ല, അത് ജീവനുള്ള ഒരു പാഠമായിരുന്നു. സ്വർണത്തോടുള്ള മനുഷ്യന്റെ ആഗ്രഹം ഒരിക്കലും അവസാനിക്കില്ലെന്ന് അത് ഓർമ്മിപ്പിച്ചു. അത്യാഗ്രഹം മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകാം, ഒരു സ്വർണ്ണ കളിമൺ പാത്രം പോലെ, ഒരു മറിഞ്ഞിരിക്കുന്ന ശാപം പോലെ. പുരാവസ്തു ഗവേഷകൻ മൈഡാസിന്റെയും ലിയോണിന്റെയും കഥകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സ്വർണത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാനും അത്യാഗ്രഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും അവൻ അവരെ പഠിപ്പിച്ചു. അവന്റെ ജീവിതം മൈഡാസിനെപ്പോലെ ഒരു പാഠമായി മാറി. എന്നാൽ ആ സ്വർണ്ണക്കളിമൺ പാത്രം ഇപ്പോഴും എവിടെയോ ഉണ്ട്. അതിന്റെ രഹസ്യം ഇപ്പോഴും ഒരു ചുരുളായി അവശേഷിക്കുന്നു. അത് എവിടെയാണ്? ആർക്കറിയാം? ഒരുപക്ഷേ മറ്റൊരു രാജകുമാരനെയോ മറ്റൊരു അത്യാഗ്രഹിയായ മനുഷ്യനെയോ അത് കാത്തിരിക്കുന്നുണ്ടാവാം. സ്വർണത്തിന്റെ തിളക്കം ആരുടെ ജീവിതത്തെയാണ് അടുത്തതായി മാറ്റിമറിക്കാൻ പോകുന്നത്? ആ രാത്രി ഒരു പുതിയ ചന്ദ്രൻ ഉദിച്ചു. പാക്ടോളസ് നദിയുടെ തീരത്ത് ഒരു നേർത്ത സ്വർണപ്രകാശം വീണ്ടും മിന്നിമറഞ്ഞു. ഒരുപക്ഷേ മൈഡാസിന്റെ ആത്മാവ് ഇപ്പോഴും അവിടെ അലയുന്നുണ്ടാകാം, ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, സ്വർണത്തിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തിക്കൊണ്ട്. ആരാണ് അടുത്തതായി സ്വർണസ്പർശം നേടാൻ പോകുന്നത്? അവന്റെ വിധി എന്തായിരിക്കും? സ്വർണത്തിന്റെ ശാപം ഇനിയും എത്ര പേരെയാണ് വേട്ടയാടാൻ പോകുന്നത്? ഒരുപക്ഷേ ഈ കഥയുടെ അവസാനം ആ ചോദ്യം മാത്രം അവശേഷിക്കുന്നു. അവസാനത്തെ പേജും മറിഞ്ഞു, പക്ഷേ കഥയുടെ അലയൊലികൾ കാറ്റിൽ ഇഴഞ്ഞു നീങ്ങുന്നു.
ആ ശബ്ദം കേട്ട പുരാവസ്തു ഗവേഷകൻ പിന്നീട് ഉറങ്ങിയില്ല. അവന്റെ സ്വപ്നങ്ങളിൽ സ്വർണം തിളങ്ങി. ആ തിളക്കത്തിൽ അവന്റെ കണ്ണുകൾ പതിയെ സ്വർണ്ണനിറമായി മാറിത്തുടങ്ങി. ആ ശബ്ദം കേട്ട പുരാവസ്തു ഗവേഷകൻ പിന്നീട് ഉറങ്ങിയില്ല. അവന്റെ സ്വപ്നങ്ങളിൽ സ്വർണം തിളങ്ങി. ആ തിളക്കത്തിൽ അവന്റെ കണ്ണുകൾ പതിയെ സ്വർണ്ണനിറമായി മാറിത്തുടങ്ങി. മൈഡാസിന്റെ ശാപം ഒരു പുതിയ രൂപത്തിൽ മറ്റൊരു മനുഷ്യനെ തേടിയെത്തിയിരിക്കുന്നു. പുരാവസ്തു ഗവേഷകൻ, അറിവിന്റെ പിന്നാലെ പോയവൻ, ഇപ്പോൾ മൈഡാസിന്റെ അതേ ദുരന്തത്തിന്റെ വക്കിൽ എത്തിയിരിക്കുന്നു. സ്വർണത്തിന്റെ നിഗൂഢമായ ശക്തി അവനെയും കീഴടക്കിയിരിക്കുന്നു. അവൻ കണ്ണാടിയിൽ നോക്കി. അവന്റെ കണ്ണുകൾക്ക് സ്വർണത്തിന്റെ തിളക്കം. അവന്റെ കൈവിരലുകളിലേക്ക് അവൻ നോക്കി. അവന്റെ ശരീരത്തിനെന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ശരീരം സാധാരണമായി തന്നെ തോന്നി. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു ഭയം വളർന്നു. ഈ സ്വർണത്തിന്റെ തിളക്കം തന്റെ കണ്ണുകളിൽ മാത്രം ഒതുങ്ങുമോ, അതോ താനും മൈഡാസിനെപ്പോലെ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു ശാപത്തിനിരയാകുമോ? പുരാവസ്തു ഗവേഷകൻ തന്റെ ഗവേഷണശാലയിലേക്ക് തിരിച്ചുപോയി. ആ സ്വർണ്ണക്കളിമൺ പാത്രം ഇപ്പോഴും അവിടെയുണ്ടായിരുന്നു. അവൻ ഭയത്തോടെ അതിനെ നോക്കി. ഈ പാത്രമാണോ തന്നിലേക്ക് ഈ ശാപം കൊണ്ടുവന്നത്? മൈഡാസിന്റെയും ലിയോണിന്റെയും കഥകൾ അവന്റെ മനസ്സിലൂടെ പാഞ്ഞുപോയി. അവർ സ്വർണസ്പർശം നേടിയവരാണ്. തനിക്കത് ലഭിച്ചിട്ടില്ല. പക്ഷേ അവന്റെ കണ്ണുകൾക്ക് വന്ന ഈ മാറ്റം. അവൻ ആ പാത്രത്തിൽ സ്പർശിക്കാൻ ഭയന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു അദമ്യമായ ആഗ്രഹം. ഈ പാത്രത്തിന്റെ രഹസ്യം കണ്ടെത്തണം. അത്യാഗ്രഹം ഒരു രോഗം പോലെ അവനെയും കീഴടക്കാൻ തുടങ്ങി. അവൻ തന്റെ ജീവിതത്തിൽ സ്വർണത്തെക്കുറിച്ച് മാത്രമായി ചിന്തിച്ചു. അവന്റെ ഗവേഷണങ്ങൾ, അവന്റെ കണ്ടെത്തലുകൾ എല്ലാം സ്വർണത്തെക്കുറിച്ചായി. അവൻ മൈഡാസിന്റെയും ലിയോണിന്റെയും കഥകൾ വീണ്ടും വീണ്ടും വായിച്ചു. അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ മനസ്സിൽ ഒരു പുതിയ തരം ചിന്തയുടലെടുത്തു. സ്വർണസ്പർശം ഒരു ശാപമല്ല, ഒരു ശക്തിയാണ്. അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു വരമായി മാറിയേക്കാം. മൈഡാസിനും ലിയോണിനും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തനിക്ക് കഴിയുമോ? അവൻ ഉറക്കമില്ലാതെ ദിവസങ്ങൾ ചിലവഴിച്ചു. അവന്റെ കണ്ണുകളിലെ സ്വർണ്ണനിറം കൂടുതൽ തിളങ്ങി. അവന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അവനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. നിന്റെ കണ്ണുകൾക്കെന്തുപറ്റി? അവർ ചോദിച്ചു. പുരാവസ്തു ഗവേഷകൻ സത്യം മറച്ചുവച്ചു. അവൻ ഭയന്നു. ഈ രഹസ്യം പുറത്തറിഞ്ഞാൽ താനും ഒറ്റപ്പെടുമെന്ന്. ഒരു ദിവസം അവൻ തന്റെ ഗവേഷണശാലയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ സ്വർണ്ണക്കളിമൺ പാത്രത്തിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം വീണ്ടും കേട്ടു. ഇത്തവണ ശബ്ദം കൂടുതൽ വ്യക്തമായിരുന്നു. സ്വർണം, ശക്തി, നിയന്ത്രണം. പുരാവസ്തു ഗവേഷകൻ പാത്രത്തിനടുത്തേക്ക് ചെന്നു. അവന്റെ കണ്ണുകളിൽ ഒരുതരം ഭ്രാന്തമായ തിളക്കം. അവൻ തന്റെ കൈ പാത്രത്തിന്റെ നേർക്ക് നീട്ടി. അവന്റെ വിരൽ പാത്രത്തിൽ തട്ടുന്നതിനു മുൻപ് ഒരു സ്വർണ്ണപ്രകാശം പാത്രത്തിൽ നിന്ന് പുറത്തുവിട്ടു. അവന്റെ ശരീരത്തിലേക്ക് വ്യാപിച്ചു. ഒരു നിമിഷം അവന്റെ ശരീരം മുഴുവൻ സ്വർണ്ണപ്രഭയിൽ തിളങ്ങി. അവൻ ഭയന്നു പിന്നോട്ടു മാറി. പക്ഷെ ആ പ്രകാശം അവനെ വിട്ടുപോയില്ല. അവന്റെ ചുറ്റും മേശപ്പുറത്തു വച്ചിരുന്ന പേപ്പറുകളും പേനകളും പതിയെ സ്വർണമായി മാറിയെന്നവൻ കണ്ടു. ഞെട്ടലോടെ അവൻ തന്റെ കൈവിരലുകളിലേക്ക് നോക്കി. തനിക്കും സ്വർണസ്പർശം ലഭിച്ചിരിക്കുന്നു. മൈഡാസിന്റെയും ലിയോണിന്റെയും അതേ ശാപം. അവന്റെ ഹൃദയം ഭയത്താൽ അതിവേഗം മിടിച്ചു. പുരാവസ്തു ഗവേഷകൻ നിലവിളിച്ചു. അവന്റെ നിലവിളി ഗവേഷണശാലയുടെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. സ്വർണസ്പർശം അവനെ തേടിയെത്തിയിരിക്കുന്നു. പക്ഷേ ഇതൊരു വരമായിരുന്നില്ല, ഒരു ശാപമായിരുന്നു. അവന്റെ മനസ്സിൽ മൈഡാസിന്റെ ദുരന്തം തെളിഞ്ഞുവന്നു. മാരിഗോൾഡിന്റെ സ്വർണപ്രതിമ, ഭക്ഷണവും വെള്ളവുമില്ലാതെ വിശന്നു മരിച്ച അവസ്ഥ. നിൽക്കൂ, എനിക്കീ ശാപം വേണ്ട. അവൻ ഡയാണിസസിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ അവന്റെ പ്രാർത്ഥന കേൾക്കാൻ ഡയാണിസസ് വന്നില്ല. അവന്റെ ഗവേഷണശാല ഒരു സ്വർണ്ണക്കൂടായി മാറി. അവൻ അതിനുള്ളിൽ തടവുകാരനായി മാറി. പുരാവസ്തു ഗവേഷകൻ തന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ചു. അവന്റെ അറിവില്ലായ്മയും അത്യാഗ്രഹവും അവനെ ഈ ദുരന്തത്തിലേക്ക് നയിച്ചു. അവൻ മൈഡാസിനെപ്പോലെ തന്നെ സ്വർണത്തിന്റെ ബാഹ്യമായ തിളക്കത്തിൽ മതിമറന്നു. അതിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. പുരാവസ്തു ഗവേഷകൻ വിശപ്പും ദാഹവും കൊണ്ട് അവശ്യനായി. അവന്റെ ശരീരം തളർന്നു. അവന്റെ കണ്ണുകളിലെ സ്വർണ്ണനിറം കൂടുതൽ തിളങ്ങി. അവന്റെ മനസ്സ് ഭ്രാന്തമായ ചിന്തകളാൽ നിറഞ്ഞു. സ്വർണം അവനെ ഒരു ഭീകര ജീവിയാക്കി മാറ്റുകയായിരുന്നു. ഒരു ദിവസം
അവന്റെ സഹപ്രവർത്തകർ അവനെ അന്വേഷിച്ച് ഗവേഷണശാലയിലെത്തി. അവർ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ഗവേഷണശാല മുഴുവൻ സ്വർണത്തിൽ തിളങ്ങി നിന്നു. മേശകൾ, കസേരകൾ, പുസ്തകങ്ങൾ എല്ലാം സ്വർണമായി മാറിയിരുന്നു. പക്ഷേ പുരാവസ്തു ഗവേഷകൻ എവിടെ? അവർ ഗവേഷണശാലയുടെ നടുവിൽ ഒരു തിളക്കമുള്ള സ്വർണ്ണ പ്രതിമ കണ്ടു. ആ പ്രതിമയ്ക്ക് പുരാവസ്തു ഗവേഷകന്റെ രൂപമായിരുന്നു. അവന്റെ മുഖത്ത് ഭയവും അത്യാഗ്രഹവും പശ്ചാത്താപവും ഒരുപോലെ നിഴലിച്ചു. അവന്റെ കൈകളിൽ ആ സ്വർണ്ണ കളിമൺപാത്രം ഇപ്പോഴുമുണ്ടായിരുന്നു, സ്വർണത്തിൽ തിളങ്ങിക്കൊണ്ട്. പുരാവസ്തു ഗവേഷകൻ മൈഡാസിന്റെയും ലിയോണിന്റെയും അതേ ദുരന്തം ഏറ്റുവാങ്ങി. സ്വർണത്തിന്റെ ശാപം അവനെയും പിടികൂടി. അവന്റെ ജീവിതം ഒരു പാഠമായി മാറി. അറിവും ജ്ഞാനവും അത്യാഗ്രഹത്തേക്കാൾ വലുതാണ്. സ്വർണത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാതെ അതിന്റെ പിന്നാലെ പോകുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. ആ സ്വർണ്ണ കളിമൺ പാത്രം ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു, ഒരു നിഗൂഢതയായി. അതിന്റെ ഉള്ളിൽ ഒരു നേർത്ത സ്വർണ്ണപ്രകാശം ഇപ്പോഴും മിന്നിമറയുന്നുണ്ടായിരുന്നു. അത് മറ്റൊരു ഇരയെ കാത്തിരിക്കുന്നുണ്ടാകുമോ? സ്വർണത്തിന്റെ തിളക്കത്തിൽ മതിമറക്കുന്ന മറ്റൊരു അത്യാഗ്രഹിയെ. പുരാവസ്തു ഗവേഷകന്റെ സ്വർണപ്രതിമ അവിടെ നിശബ്ദമായി നിന്നു, മൈഡാസിന്റെയും ലിയോണിന്റെയും കഥകൾക്ക് പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട്. ഈ ദുരന്തം അവിടെ അവസാനിച്ചില്ല. കാരണം മനുഷ്യന്റെ അത്യാഗ്രഹം ഒരണയാത്ത കെടാവിളക്ക് പോലെയാണ്. ഒരുവനിൽ നിന്നണഞ്ഞാലും മറ്റൊരുവനിൽ അത് വീണ്ടും ജ്വലിച്ചുയരും. ആ ഗവേഷണശാല പിന്നീട് അടച്ചുപൂട്ടി. ആരും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെട്ടില്ല. സ്വർണം നിറഞ്ഞ ആ മുറി ഒരു ഭയാനകമായ ഓർമ്മയായി മാറി. ആളുകൾ ആ കെട്ടിടത്തെ സ്വർണത്തിന്റെ ശാപം പേറുന്ന വീട് എന്ന് വിളിച്ചു. ഓരോ തവണ ആ വീടിന്റെ അടുത്തുകൂടി പോകുമ്പോഴും അവരുടെ മനസ്സിൽ സ്വർണത്തോടുള്ള ഭയം നിറഞ്ഞു. എന്നാൽ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സ്വർണത്തിന്റെ തിളക്കം മനുഷ്യരെ വീണ്ടും വീണ്ടും പ്രലോഭിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ മൈഡാസുമാർ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ചിലർക്ക് അത്യാഗ്രഹം ഒരു രോഗമായിരുന്നെങ്കിൽ മറ്റു ചിലർക്കത് വെറുമൊരു കൗതുകമായിരുന്നു, ഒരു പരീക്ഷണം. ഈ കഥയുടെ അലയൊലികൾ ഇന്നും ലോകമെമ്പാടും മുഴങ്ങിക്കേൾക്കുന്നു. ഓരോ സ്വർണ്ണക്കട്ടയിലും ഓരോ ആഭരണത്തിലും മൈഡാസിന്റെയും ലിയോണിന്റെയും പുരാവസ്തു ഗവേഷകന്റെയും ദുരന്തങ്ങളുടെ നിഴൽ അവശേഷിക്കുന്നു. സ്വർണം ഒരു മൂല്യമുള്ള വസ്തുവായിരിക്കാം, എന്നാൽ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്ന മൂല്യങ്ങൾ അതിലേറെ വലുതാണ്. സ്നേഹം, കുടുംബം, സമാധാനം, സന്തോഷം ഇവയെല്ലാം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ്. പാക്ടോളസ് നദി ഇന്നും ഒഴുകുന്നു. അതിൻ്റെ തീരങ്ങളിൽ സ്വർണത്തരികൾ ഇപ്പോഴും കാണാം. ആ നദിയുടെ ഓരോ മറുമരത്തിലും ഒരുപക്ഷേ മൈഡാസിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടാകാം, അത്യാഗ്രഹത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്. മൈഡാസിന്റെ സ്വർണ്ണ കളിമൺ പാത്രം ഇപ്പോഴും എവിടെയോ ഉണ്ട്. ഒരുപക്ഷേ ആ ഗവേഷണശാലയുടെ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ അത് മറ്റൊരിരയെ കാത്തിരിക്കുന്നുണ്ടാകാം. ആർക്കറിയാം, ഒരു നാൾ ഈ കഥ വായിക്കുന്ന നിങ്ങളിൽ ആരുടെയെങ്കിലും മനസ്സിൽ ആ സ്വർണത്തോടുള്ള ആഗ്രഹം ഉണർന്നേക്കാം. അപ്പോൾ ഓർമ്മിക്കുക മൈഡാസിന്റെ കഥ. ഈ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? അത്യാഗ്രഹം മനുഷ്യനെ നശിപ്പിക്കും എന്നതാണോ? അതോ യഥാർത്ഥ സന്തോഷം ഭൗതികമായ സമ്പത്തിലല്ല എന്നതാണോ? ഒരുപക്ഷെ ഈ കഥയുടെ സന്ദേശം ഇവയെല്ലാം കൂടിയായിരിക്കാം. മനുഷ്യന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥ. രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ചെറിയ കുട്ടിയുടെ സ്വപ്നത്തിൽ ഒരു സ്വർണ്ണനാണയം തിളങ്ങാൻ തുടങ്ങി. ആ നാണയം ആരുടെ ജീവിതത്തെയാണ് അടുത്തതായി മാറ്റിമറിക്കാൻ പോകുന്നത്? ഒരുപക്ഷേ ഈ ലോകത്തിലെ ഓരോ സ്വർണ്ണനാണയത്തിനും ഒരു കഥ പറയാനുണ്ടാകാം. ഒരു ശാപത്തിന്റെ കഥ, ഒരു ദുരന്തത്തിന്റെ കഥ, ഒരു മോചനത്തിന്റെ കഥ. മൈഡാസിന്റെ കഥ വെറുമൊരു പഴയ ഗ്രീക്ക് കെട്ടുകഥയായിരുന്നില്ല. അത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന അത്യാഗ്രഹത്തിന്റെ പ്രതിഫലനമാണ്. ആ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓരോരുത്തരും ഓരോ മൈഡാസായി മാറിയേക്കാം. ഈ കഥയുടെ അവസാന അധ്യായം ഒരു പുതിയ ചോദ്യം ഉന്നയിക്കുന്നു. മനുഷ്യൻ എന്നെങ്കിലും അത്യാഗ്രഹത്തെ പൂർണ്ണമായി കീഴടക്കുമോ? അതോ സ്വർണത്തിന്റെ തിളക്കത്തിൽ മതിമറന്ന് വീണ്ടും വീണ്ടും ദുരന്തങ്ങളിലേക്ക് വീഴുമോ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് മാത്രമേ കഴിയൂ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ. മൈഡാസിന്റെയും ലിയോണിന്റെയും പുരാവസ്തു ഗവേഷകന്റെയും കഥകൾ ഒരു കണ്ണാടി പോലെയാണ്.
അത് നമ്മുടെ ഉള്ളിലെ അത്യാഗ്രഹിയെ നമുക്ക് കാട്ടിത്തരുന്നു. ആ അത്യാഗ്രഹിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ സ്വർണം ഒരു അനുഗ്രഹമായി മാറിയേക്കാം, അല്ലെങ്കിൽ അതൊരു ശാപമായി മാറും, അനന്തമായി, തലമുറകളിലേക്ക്. ഇതാ അവസാനത്തെ ചോദ്യം. ഈ നിമിഷം നിങ്ങളുടെ കൈകളിൽ ഒരു സ്വർണസ്പർശം ലഭിച്ചാൽ നിങ്ങൾ അത് സ്വീകരിക്കുമോ, അതോ മൈഡാസിന്റെ കഥയോർത്ത് അത് ഉപേക്ഷിക്കുമോ? ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ അതിൻ്റെ പാഠങ്ങൾ കാലങ്ങളോളം നിലനിൽക്കും. സ്വർണത്തിൻ്റെ തിളക്കം പോലെ, ഒരു മുന്നറിയിപ്പായി, ഒരു നിഴലായി. പാക്ടോളസ് നദിയുടെ തീരത്ത് ഒരു പുരാതന കാറ്റ് വീശി. ആ കാറ്റിൽ ഒരു സ്വർണനാണയം മണ്ണിൽ നിന്ന് ഉയർന്നു, ആകാശത്തേക്ക് പറന്നുയർന്നു, ഒരു പുതിയ കഥയുടെ ആരംഭം കുറിച്ചുകൊണ്ട്. പാക്ടോളസ് നദിയുടെ തീരത്ത് ഒരു പുരാതന കാറ്റു വീശി. ആ കാറ്റിൽ ഒരു സ്വർണനാണയം മണ്ണിൽ നിന്ന് ഉയർന്നു, ആകാശത്തേക്ക് പറന്നുയർന്നു, ഒരു പുതിയ കഥയുടെ ആരംഭം കുറിച്ചുകൊണ്ട്. ഈ സ്വർണനാണയം എവിടെ പോയി വീഴും? ആരുടെ കൈകളിലാണിതെത്തുക? ഈ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് മൈഡാസിന്റെ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ സ്വർണത്തോടുള്ള മനുഷ്യന്റെ അഭിനിവേശം അവസാനിക്കുന്നില്ല. ഈ സ്വർണനാണയം വീഴുന്നത് ആധുനിക ലോകത്തിലെ ഒരു വലിയ നഗരത്തിലാണ്. തിരക്കേറിയ ഒരു തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു യുവതിയുടെ കാൽക്കീഴിലാണത് ചെന്ന് വീഴുന്നത്. അവളുടെ പേര് ആയിഷ. അവളൊരു വലിയ കമ്പനിയിലെ ജീവനക്കാരിയാണ്. ഒരുപാട് സ്വപ്നങ്ങളുള്ള, അതിമോഹമുള്ള ഒരു യുവതിയാണവൾ. അവൾക്ക് പണമുണ്ടാക്കണം, വിജയിക്കണം, ഈ ലോകത്ത് തൻ്റേതായ ഒരിടം കണ്ടെത്തണം. ആയിഷ ആ സ്വർണനാണയം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. റോഡിന്റെ നടുവിൽ തിളങ്ങുന്ന ഒരു പഴയ സ്വർണനാണയം. അവളത് കുനിഞ്ഞെടുത്ത് കയ്യിൽ വെച്ചു. ഒരു നേർത്ത തണുപ്പ് അവളുടെ വിരലുകളിലൂടെ ശരീരത്തിലേക്ക് പടർന്നു. ആ നാണയത്തിന് ഒരു പ്രത്യേകതരം തിളക്കമുണ്ടായിരുന്നു, പഴയകാലത്തിൻ്റെ ഒരു സ്പർശം. ആയിഷ ആ നാണയം തൻ്റെ പേഴ്സിലിട്ടു. അന്നുമുതൽ അവളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വിജയം നേടാൻ തുടങ്ങി. അവളുടെ പ്രൊജക്റ്റുകൾ അംഗീകരിക്കപ്പെട്ടു. അവൾക്ക് പ്രമോഷൻ ലഭിച്ചു. അവളുടെ വരുമാനം വർദ്ധിച്ചു. ആയിഷ സന്തോഷിച്ചു. ഈ സ്വർണനാണയം തൻ്റെ ഭാഗ്യം മാറ്റിമറിച്ചു എന്നവൾ വിശ്വസിച്ചു. അവൾക്ക് കൂടുതൽ പണം ലഭിക്കാൻ തുടങ്ങി. അവൾ ആഡംബര ജീവിതം നയിച്ചു. വില കൂടിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കാറുകൾ, വീടുകൾ. അവളുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. മൈഡാസിനെപ്പോലെ അവൾക്കും അത്യാഗ്രഹം ഒരു രോഗമായി പിടിപെട്ടു. പക്ഷെ അവൾക്ക് സ്വർണസ്പർശം ലഭിച്ചിരുന്നില്ല. അവളുടെ ഭാഗ്യം മാത്രമാണ് മാറിയതെന്ന് അവൾ കരുതി. ആയിഷ തൻ്റെ കയ്യിലുള്ള സ്വർണനാണയത്തെ ഒരു ഭാഗ്യചിഹ്നമായി കണ്ടു. അവൾ അതിനെ എല്ലായ്പ്പോഴും തൻ്റെ കൂടെ കൊണ്ടു നടന്നു. ഓരോ തവണ ആ നാണയത്തിൽ നോക്കുമ്പോഴും അവളുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു. കൂടുതൽ പണം, കൂടുതൽ അധികാരം, കൂടുതൽ വിജയം. പക്ഷേ അവളുടെ ഈ പുതിയ ജീവിതത്തിൽ അവർക്കെന്തോ നഷ്ടപ്പെടുന്നതായി തോന്നി. അവൾക്ക് പഴയ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കുടുംബത്തെ അവൾ അവഗണിച്ചു. അവളുടെ ജീവിതത്തിൽ പണവും വിജയവും മാത്രമായി. അവളുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. അവൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടു. ഒരു ദിവസം ആയിഷ തൻ്റെ ആഡംബര അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ സ്വർണനാണയം അവരുടെ കയ്യിൽ നിന്ന് നിലത്തു വീണു. അത് തറയിൽ തട്ടി ഒരു നേർത്ത കിലുക്കമുണ്ടാക്കി. ആ കിലുക്കം അവളുടെ ഹൃദയത്തിൽ ഒരു നേർത്ത ഭയം നിറച്ചു. അവൾ ആ നാണയത്തിനടുത്തേക്ക് കുനിഞ്ഞു. നാണയം തിളങ്ങി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം പുറപ്പെട്ടു, ഒരു മുന്നറിയിപ്പ് പോലെ. സ്വർണം ആരും കൊതിക്കുന്ന ലോഹം, പക്ഷേ ചിലപ്പോഴത് ശാപമായി മാറും. തൊട്ടതെല്ലാം പൊന്നാക്കിയവൻ. ആയിഷ ഞെട്ടിപ്പോയി. അവൾക്ക് ആ ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. മൈഡാസിന്റെ കഥ അവൾക്ക് ഓർമ്മ വന്നു. തൻ്റെ ജീവിതവും മൈഡാസിനെപ്പോലെ ഒരു ദുരന്തത്തിലേക്ക് നീങ്ങുകയാണോ? അവൾ ഭയന്നു. ഈ സ്വർണനാണയം തനിക്ക് ഭാഗ്യം കൊണ്ടുവന്നില്ല, ഒരു ശാപം കൊണ്ടുവന്നു. അവൾ ആ നാണയം വലിച്ചെറിയാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്കതിന് കഴിഞ്ഞില്ല. അവളുടെ കൈകൾക്ക് ഒരുതരം തളർച്ച അനുഭവപ്പെട്ടു. ആ നാണയം അവളുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നി. അവൾ അത്ഭുതപ്പെട്ടു, ഭയന്നു. അന്നു മുതൽ ആയിഷയുടെ ജീവിതം മാറിമറിഞ്ഞു. അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സിൽ സ്വർണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം. അവളുടെ കണ്ണുകൾക്ക് സ്വർണത്തിൻ്റെ തിളക്കം. അവളുടെ ശരീരം പതിയെ പതിയെ സ്വർണമായി മാറാൻ തുടങ്ങി. അവളുടെ ചർമ്മം കട്ടിയായി. അവളുടെ വിരലുകൾ ലോഹമായി. അവൾ കണ്ണാടിയിൽ നോക്കി. അവളുടെ മുഖം സ്വർണത്തിൽ തിളങ്ങി നിന്നു. ഒരു സ്വർണ്ണ പ്രതിമയായി അവൾ മാറിക്കൊണ്ടിരുന്നു. അവളുടെ ഹൃദയം ഭയത്താൽ അതിവേഗം മിടിച്ചു. തനിക്കും സ്വർണസ്പർശം ലഭിച്ചിരിക്കുന്നു, പക്ഷേ ഇത് താൻ ആഗ്രഹിച്ചൊന്നായിരുന്നില്ല. ആയിഷ തൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഓർത്തു.
അവരെല്ലാം തനിക്ക് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്നവൾ മനസ്സിലാക്കി. പക്ഷേ ഇപ്പോൾ അവൾ ഒറ്റയ്ക്കാണ്. ഒരു സ്വർണ്ണപ്രതിമയായി മാറിക്കൊണ്ടിരിക്കുന്ന അവൾക്ക് ആരെയും സ്പർശിക്കാൻ കഴിയില്ല. സ്വർണം അവൾക്ക് എല്ലാം നൽകി, പക്ഷേ എല്ലാം തിരിച്ചെടുത്തു. അവൾക്ക് വിശന്നു, ദാഹിച്ചു, പക്ഷേ അവളുടെ ചുറ്റുമെല്ലാം സ്വർണമായിരുന്നു. അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല, വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. മൈഡാസിന്റെ അതേ ദുരന്തം. ഐഷ നിലവിളിച്ചു. അവളുടെ നിലവിളി അവളുടെ ആഡംബര അപ്പാർട്ട്മെന്റിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. അവൾ ആ സ്വർണ്ണനാണയം കയ്യിൽ മുറുകെ പിടിച്ചു. ഈ നാണയമാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചത്. ഈ നാണയമാണ് തനിക്ക് ഈ ശാപം നൽകിയത്. അവൾക്ക് ആ നാണയത്തോട് വെറുപ്പും ദേഷ്യവും ഒപ്പം ഒരുതരം ആകർഷണവും തോന്നി. ഐഷയുടെ ജീവിതം ഒരു പാഠമായി മാറി. ആധുനിക മോഡത്തിലെ ഒരു പുതിയ മൈഡാസിന്റെ കഥ. പണത്തോടുള്ള അത്യാഗ്രഹം മനുഷ്യനെ എവിടെ എത്തിക്കുമെന്ന് ഇത് ഓർമ്മിപ്പിച്ചു. യഥാർത്ഥ സന്തോഷം ഭൗതികമായ സമ്പത്തിലല്ല, സ്നേഹബന്ധങ്ങളിലും ആന്തരിക സമാധാനത്തിലുമാണെന്നത് വിളിച്ചു പറഞ്ഞു. അവളൊരു സ്വർണ്ണപ്രതിമയായി മാറി. അവളുടെ ആഡംബര അപ്പാർട്ട്മെന്റിൽ ഒരു പുതിയ സ്വർണ്ണപ്രതിമ ഉയർന്നു വന്നു. അതിൻ്റെ കയ്യിൽ തിളക്കമുള്ള ഒരു സ്വർണ്ണ നാണയം. ആ നാണയം ഒരു പുതിയ ഇരയെ കാത്തിരിക്കുന്നുണ്ടാകുമോ? ആധുനിക മോഡത്തിലെ സ്വർണത്തിന്റെ തിളക്കം ഇനിയും എത്ര പേരെയാണ് വഴിതെറ്റിക്കാൻ പോകുന്നത്? ഐഷയുടെ സ്വർണ്ണപ്രതിമ അവിടെ നിശബ്ദമായി നിന്നു. ഒരു മുന്നറിയിപ്പായി, ഒരു പാഠമായി. ആ രാത്രി ആധുനിക നഗരത്തിന്റെ തിരക്കേറിയ തിരുവിൽ ഒരു നേർത്ത സ്വർണപ്രകാശം മിന്നിമറഞ്ഞു. ഒരുപക്ഷേ ആ സ്വർണനാളയം വീണ്ടും കാറ്റിൽ പറന്നുയർന്നിരിക്കാം, ഒരു പുതിയ കഥയുടെ ആരംഭം കുറിച്ചുകൊണ്ട്. അടുത്തതായി ആ സ്വർണനാണയം ആരുടെ ജീവിതത്തിലേക്കാണ് പറന്നിറങ്ങാൻ പോകുന്നത്? ഒരുപക്ഷേ അത് ഈ കഥ കേൾക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം. അടുത്തതായി ആ സ്വർണനാണയം ആരുടെ ജീവിതത്തിലേക്കാണ് പറന്നിറങ്ങാൻ പോകുന്നത്? ഒരുപക്ഷേ അത് ഈ കഥ കേൾക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം. ഈ ഭയാനകമായ ചിന്തയോടെ ഐഷയുടെ ദുരന്തകഥ അവസാനിക്കുന്നു. സ്വർണത്തിന്റെ ശാപം കാലങ്ങളെയും ദേശങ്ങളെയും അതിജീവിച്ച് പുതിയ ഇരകളെ തേടി യാത്ര തുടരുന്നു. ആധുനിക ലോകത്തിലെ വേഗതയും അത്യാഗ്രഹവും ഈ ശാപത്തിന് പുതിയ മാനം നൽകുന്നു. ഐഷയുടെ കഥ ഒരു താക്കീതാണ്. നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ പണത്തിന്റെ പിന്നാലെ പായുമ്പോൾ മനുഷ്യൻ മറന്നുപോകുന്ന ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട്. സ്നേഹം, ദയ, കുടുംബം, സൗഹൃദം, ആന്തരിക സമാധാനം, ഇവയെല്ലാം സ്വർണത്തേക്കാൾ തിളക്കമുള്ളതും വിലപ്പെട്ടതുമാണ്. ഈ മൂല്യങ്ങളെ അവഗണിച്ചു പണത്തിന്റെ പിന്നാലെ പായുമ്പോൾ മനുഷ്യൻ തന്റെ ആത്മാവിനെ തന്നെയാണ് ഹോമിക്കുന്നത്. ഇന്ന് നഗരത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഐഷയുടെ സ്വർണപ്രതിമ ഒരു നിശബ്ദ സാക്ഷിയായി നിന്നു. അവളുടെ കഥ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അവളുടെ പ്രതിമ ഒരു രഹസ്യം പോലെ അവിടെ നിലകൊണ്ടു. ഓരോ തവണ ആ പ്രതിമയുടെ അടുത്തുകൂടി പോകുമ്പോഴും ഒരു നേർത്ത തണുപ്പും ഭയവും ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു. അവർക്കറിയില്ലായിരുന്നു ആ പ്രതിമ ഒരു അത്യാഗ്രഹിയുടെ ദുരന്തകഥ വിളിച്ചു പറയുകയാണെന്ന്. പുതിയ ലോകത്തിൽ സ്വർണത്തോടുള്ള ആർത്തി പുതിയ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ക്രിപ്റ്റോ കറൻസികളും ഓൺലൈൻ ചൂതാട്ടങ്ങളും ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാനുള്ള സ്വപ്നങ്ങളും. ഇതെല്ലാം പുതിയ കാലഘട്ടത്തിലെ സ്വർണസ്പർശങ്ങളായിരുന്നു. ഈ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്നവർ മൈഡാസിന്റെയും ലിയോണിന്റെയും ഐഷയുടെയും ദുരന്തങ്ങളെ മറന്നു. പാക്ടോലസ് നദിയിലെ മണലിൽ നിന്ന് പറന്നുയർന്ന ആ സ്വർണ്ണനാണയം ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന അത്യാഗ്രഹത്തിന്റെ ഒരു പ്രതീകമായി മാറി. അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഉള്ളിലെ മൈഡാസിനെക്കുറിച്ച്. ആ മൈഡാസിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം എല്ലാവരും ഒരു ദിവസം സ്വർണ്ണപ്രതിമകളായി മാറിയേക്കാം. ഈ കഥയുടെ അന്ത്യത്തിൽ നമുക്ക് സ്വയം ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? പണത്തിനു വേണ്ടിയാണോ, അതോ സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടിയാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് മൈഡാസിന്റെ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയൂ. മൈഡാസിന്റെ കഥ വെറുമൊരു ഗ്രീക്ക് പുരാണമായിരുന്നില്ല. അത് മനുഷ്യന്റെ ആത്മാവിനെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള പഠനമാണ്. അത്യാഗ്രഹവും പശ്ചാത്താപവും മോചനവും, ഈ വികാരങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരാത്മാവിന്റെ യാത്ര. രാത്രിയുടെ നിശബ്ദതയിൽ ഒരു വലിയ നഗരത്തിന്റെ മുകളിലൂടെ ആ സ്വർണ്ണനാണയം ഇപ്പോഴും പറന്നുയരുന്നുണ്ടാകാം.
അതിൻ്റെ തിളക്കം ആരുടെ ജീവിതത്തെയാണ് അടുത്തതായി ആകർഷിക്കാൻ പോകുന്നത്? ഒരു പക്ഷേ അത് നിങ്ങളെ തേടിയെത്തിയേക്കാം. അപ്പോൾ ഓർക്കുക, മൈഡാസിൻ്റെ കഥ. ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. മൈഡാസിൻ്റെ അത്യാഗ്രഹം ഒരു തുടക്കം മാത്രമായിരുന്നു. അവൻ്റെ കഥ ഒരു മുന്നറിയിപ്പായി മാറി. ആ മുന്നറിയിപ്പ് കേൾക്കാൻ നമുക്ക് കഴിയുമോ? അതോ സ്വർണത്തിൻ്റെ തിളക്കത്തിൽ മതിമറന്ന് നാം വീണ്ടും വീണ്ടും ദുരന്തങ്ങളിലേക്ക് വീഴുമോ? ആ ചോദ്യം കാലങ്ങളോളം അവശേഷിക്കും. ഒരു പ്രതിധ്വനി പോലെ, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ. അവസാനമായി ആ സ്വർണ്ണ നാണയം ഒരു പാവപ്പെട്ട കുട്ടിയുടെ കൈകളിൽ ചെന്ന് വീണു. പക്ഷെ ആ കുട്ടി അതിനെ കണ്ടപ്പോൾ അതിനെ ഒരു സാധാരണ കല്ലുപോലെ നിലത്ത് വലിച്ചെറിഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ കളിക്കാനുള്ള ആഗ്രഹവും ചിരിയും മാത്രം. സ്വർണത്തോടുള്ള ഒരു അത്യാഗ്രഹവും അവനുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ മൈഡാസിൻ്റെ ശാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഏക വഴി ആ കുട്ടിയെപ്പോലെ നിഷ്കളങ്കമായൊരു ഹൃദയമായിരിക്കാം. സ്വർണത്തെ വെറുമൊരു കല്ലായി കാണാൻ കഴിയുന്നൊരു ഹൃദയം. ഇവിടെ മൈഡാസിൻ്റെ കഥയുടെ അവസാന വാക്കും പൂർണ്ണമാകുന്നു. ശുഭം.